സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ഡിഫറൻസ്? എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ കാണുന്നത്. എന്തിന് ഇത്രയും വലിയൊരു എൻട്രൻസ് എക്സാം എഴുതി ഇതിന് എഴുതി പോണം എന്നുള്ളൊരു സാധനം. ആൻഡ് ദെൻ വാട്ട് വിൽ ബി ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്? സോ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നമ്മൾ നാട്ടിലെ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടാത്തൊരു എക്സ്പോഷർ ആയിരിക്കും ഡെഫിനറ്റ്ലി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ തിങ്സ്, വാട്ട് ഓൺ ആഡ് ഓൺസ് ആണ്, അക്കാഡമിക് ലൈഫ് അല്ലാതെ വാട്ട് ഓൺ ആഡ് ഓൺസും കൂടെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ദ ഹോൾ പോയിന്റ് ഓഫ് ദിസ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എന്തിന് MA എക്കണോമിക്സിൽ MA എന്തിന് നിങ്ങൾ എടുക്കണം? സോ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ബാച്ചുലേഴ്സ് ഒരു ലാസ്റ്റ് സെം ഒക്കെ ആയിരിക്കുമ്പോൾ PGക്ക് പോണോ, ഇനി ഒരു ഇതിന് പോണോ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വൈ ഡു യു ഹാവ് ടു പേഴ്സ്യൂ? എന്തുകൊണ്ടാണ് MA എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഡു യു ഹാവ് ടു ഫർദർ പേഴ്സ്യൂ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ പഠിക്കുന്നതിൽ നിന്നും ഒരു അഡ്വാൻസ്ഡ് നോളേജ് ആയിരിക്കും. നിങ്ങൾ ഇത്രയും നാളും പഠിച്ച ഡിമാൻഡും സപ്ലൈയിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഇന്നതെങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ആ ഒരു അഡ്വാൻസ്ഡ് നോളേജ് ആയിരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇത്രയും നാളും നിങ്ങൾ തിയറിറ്റിക്കലായി പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇൻ എ വേ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു എ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഓൾ ഓഫ് ദിസ്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ ഡിമാൻഡ് സപ്ലൈ എന്താന്ന് പഠിച്ചു, ഡിമാൻഡ് കർവ് സപ്ലൈ കർവ് പഠിച്ചു, ഇതെല്ലാം പഠിച്ചു. പക്ഷെ എന്നാൽ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ സാധനത്തിന്റെ വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ അത് വാങ്ങിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റൈറ്റ്? നോ. സോ ദാറ്റ് ഡിഫറൻസ് ഇസ് ദെയർ. സോ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ MA എക്കണോമിക്സ് കൊണ്ട് നമ്മൾ വി ആർ ഗോയിങ് ടു ഗെയിൻ ദാറ്റ് നോളജ്. പിന്നെന്ന് പറയുന്നത്, നമ്മളെല്ലാം തിയറിറ്റിക്കലായി പഠിച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് വി ഹാവ് ഓൾവേസ് ലേൺ ദ തിയറി. ഓക്കെ, അതിനകത്ത് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആയിരിക്കും എപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷനിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഓരോരോ സബ്ജക്ട്സ് എടുത്ത് പഠിച്ചു, മൈക്രോ, മാക്രോ, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചു. പക്ഷെ ഇതൊക്കെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ മാറ്റി വെക്കുകയാണ് എങ്കിൽ ഇതിന്റെ എല്ലാം ഒരു അമാൽഗമേഷൻ ആണ് എക്കോണമിയിൽ ഇന്നുള്ളത്. ഓക്കെ, ഒന്നും ഇൻഡിപെൻഡന്റ് അല്ല, എല്ലാം ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നതിലൂടെ കൂടെ വി ആർ ആക്ച്വലി ഹാവിങ് എൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. അതിനകത്ത് എക്കണോമെട്രിക്സ് വരും. എക്കണോമെട്രിക്സ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. അതെന്ന് പറയുകയാണെങ്കിൽ സ്റ്റാറ്റ്, മാത്സ്, എക്കണോമിക്സിന്റെ ഒരു അമാൽഗമേഷൻ ആണ് അല്ലെ? ആ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, കമ്പ്യൂട്ടേഷണൽ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ആയിരിക്കും അബ്രിങ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് നമ്മൾ അബ്രിങ് ചെയ്യുന്നത്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എവറിത്തിങ് ഇൻ ദ വേൾഡ് ടുഡേ ഈസ് ഡേറ്റ. ഇന്ന് എല്ലാം ഡേറ്റയാണ്, എവറിത്തിങ് ഇസ് ഡേറ്റ. അതിന്റെ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സി, എപ്പോഴും ഞാനും നാട്ടില് ബാച്ചുലേഴ്സ് ചെയ്യുന്ന ഒരു കുട്ടി, ഐ ഓൾസോ ഡിഡ് മൈ ബാച്ചുലേഴ്സ് ഇൻ നാട്ടില്. അപ്പോ എല്ലാരും എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കണക്കാക്കുന്നത് പൊതുവെ പറയുമ്പോൾ പറയണമല്ലോ, ലൈക് പൊതുവെ കണക്കാക്കുന്ന എന്താ, സീറ്റ് ഒന്നും കിട്ടാതെ ലാസ്റ്റ് കിട്ടുന്ന ഒരു കോഴ്സാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിന്റെ വേൾഡ് ഒരു സോ മച്ച് ഡിഫറൻസ് ഇസ് ദെയർ. നമ്മൾ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത് നാട്ടിൽ പറയുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോയി നിങ്ങൾ എന്താ പേഴ്സ് ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറെന്റ് സോർട്ട് ഓഫ് റെസ്പെക്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടില് എക്കണോമിക്സ് എസ് എ സബ്ജക്ട് എന്ന് പറയുന്നത് ഒരു ബേസിക് എന്താ പറയാ, ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് ഐ വിൽ ടെൽ യു, ഇറ്റ് ഇസ് ഇക്വലന്റ് ടു മാത്സ്. മാത്സ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആൻഡ് ഇമ്പോർട്ടന്റ് ആണോ അതേപോലെ തന്നെയാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഇസ് എവ്രിവെയർ, എക്കണോമിക്സ് ഇസ് എവറിത്തിങ്. എല്ലാം മണിയാണ്, എല്ലാം കാശാണ്, എവറിത്തിങ് ഇസ് എക്കണോമിക്സ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി ദാറ്റ് ഡിഫറൻസ് ഓഫ് റെസ്പെക്ട് ദാറ്റ് യു ഗെറ്റ് സോ മച്ച് ദെയർ. സോ ഞാനിത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, MA എക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ കൂടെ വി ആർ ഗോയിങ് ടു ഹാവ് എൻ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ഈ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് നമുക്ക് എന്തിനു വേണ്ടി സഹായിക്കും? ഫിനാൻഷ്യൽ അനാലിസിസിന്, ഡേറ്റ ഡ്രിവൻ പോളിസി ഇംപ്ലിമെന്റേഷന്, ഡേറ്റ ഡ്രിവൻ പോളിസി മേക്കിങ്ങിന് നമ്മളെ സഹായിക്കും. അപ്പോ rather than learning all this theoretical knowledge again and again, when an interdisciplinary approach comes into it, we are going to have better skills, better analytical skills. We are going to have better quantitative analysis skills. Okay, and next one is application in the real world context. നമുക്ക് ഇത്രയും നാളും പഠിച്ചൊരു സാധനം എങ്ങനെ ഒരു റിയൽ വേൾഡ് അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. കെയ്ൻസ് വന്നു, ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയം നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ ലോകത്തെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സാധനമാകുമ്പോൾ പുള്ളിയുടെ തിയറീസ് ആണോ ഇന്ന് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുമ്പോൾ ആണോ?
ശരിക്കുമല്ല. ഇന്ന് വേറൊരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ് ശരിക്കും നിലനിൽക്കുന്നത്. സോ നമ്മൾ ഈ പാസ്റ്റ് തന്നെ പഠിച്ചുകൊണ്ട് പ്രസന്റ് വേൾഡിൽ എന്താണ് നടക്കുന്നതെന്നും ആ രീതിയിലോട്ടൊരു അനാലിസിസിലോട്ടും ആയിരിക്കും നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തതിലൂടെ ഒരു അണ്ടർസ്റ്റാൻഡിലോട്ട് എത്തുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, ആസ് ഐ സെഡ് ബിഫോർ, നെക്സ്റ്റ് വൺ ഇസ് അനാലിറ്റിക്കൽ സ്കിൽസ് ആണ്. നമുക്കൊരു വലിയ ഡേറ്റ, നമ്മളിപ്പോ തന്നെ എക്കണോമിക്സ് ഇസ് ഓൾ അബൌട്ട് ഡേറ്റ, എവറിത്തിങ് ഇസ് ഡേറ്റ. സോ അതിനകത്ത് നമുക്കൊരു ഡേറ്റ ഇന്റർപ്രിട്ടേഷന് വേണ്ടി, അതല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ എങ്ങനെ അതിൽ നിന്ന് മീനിങ് ഇൻസൈറ്റ്സ് ഉണ്ടാക്കാം എന്ന രീതിയിലായിട്ടൊക്കെ അനാലിറ്റിക്കൽ സ്കിൽസും നമ്മൾ ഡെവലപ്പ് ചെയ്യും. എങ്ങനെ? നമ്മൾ നമ്മുടെ എക്കണോമിക് തിയറീസ് പല സോഫ്റ്റ്വെയർ ആയ സ്റ്റാറ്റ, ആർ, പൈത്തൺ ആ രീതിയിലോട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻസിന്റെ ഈ സോഫ്റ്റ്വെയർസിന്റെ യൂസോടുകൂടി വി ആർ ഗോയിങ് ടു analyze data, we are going to interpret data, and we are going to make policy insights. Okay, ഒരു മാക്രോ എക്കണോമിക് ലെവലിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ GDP ഇതാണ്, നാളത്തെ GDP അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു ഫോർകാസ്റ്റ് എങ്ങനെ വരുന്നു? അതിനകത്ത് നമ്മൾ പഠിക്കുന്ന എക്കണോമിക് തിയറീസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അതിന്റെ കൂടെ തന്നെ there will be several other software that are using. So തിയറി മാത്രം പഠിച്ചുകൊണ്ട് എന്തെങ്കിലും നമുക്ക് അനാലിസിസിന് ഹെൽപ്ഫുൾ ആവോ? ഒരിക്കലുമില്ല. സോഫ്റ്റ്വെയർ മാത്രം പഠിച്ചുകൊണ്ട് യൂസ്ഫുൾ ആവോ? ഒരിക്കലുമില്ല. മാത്സ് മാത്രം പഠിച്ചാൽ എന്തെങ്കിലും യൂസ് ഉണ്ടാവോ? ഇല്ല. സ്റ്റാറ്റ്സ് മാത്രം പഠിച്ചുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല. ഐ ഓൾവേസ് സേ എക്കണോമിക്സ്, സ്റ്റാറ്റ്സ് ആൻഡ് മാർക്സ്, ഈ മൂന്നെണ്ണമാണ് ഹാർട്ട്. ഈ മൂന്നും കൂടിയാലാണ് നമുക്കൊരു യൂസ്ഫുൾ റിസൾട്ട് ഉണ്ടാവുന്നത്, എലോങ് വിത്ത് സം സോഫ്റ്റ്വെയർ. സോ ഈ രീതിയിലുള്ള അനാലിറ്റിക്കൽ സ്കിൽസ് നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പെർസ്യൂ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു സാധനം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കും. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തു നിന്ന് ഇത് എക്കോണമിയിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യപ്പെടാം, ഇത് എങ്ങനെയാണ് എക്കോണമിയിൽ റിഫ്ലക്ട് ആവുന്നത്, ഇതിന്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ് എന്ന രീതിയിലോട്ട് വളരെയധികം കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് കിട്ടിയാൽ. പക്ഷേ എന്നാൽ അത് മാത്രമല്ല, അതിലുപരി നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ബൈനറി ആയിരിക്കും. ശരി അല്ലെങ്കിൽ തെറ്റ്, നല്ലത് അല്ലെങ്കിൽ ചീത്ത. അങ്ങനെയല്ല, എവറിത്തിങ് സ്പെക്ട്രം. അതൊരു ഒരു സീരീസ് ഓഫ് തോട്ട്സ് ആണ്. ഓക്കെ. ആ രീതിയിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ എല്ലാവരും എന്തിനാ ഒരു PG എടുക്കുന്നത്? ബേസിക്കലി കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വലിയ ജോലി കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ഒരു പിടി കൂടുതൽ മുന്നിൽ നിൽക്കുന്ന, ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ജോലി കിട്ടും. സോ ദാറ്റ് കരിയർ, ഒരു ഡൈവേഴ്സ് കരിയർ പാത്സും ഉണ്ട്. മേ ബി ഇൻ ഗവൺമെന്റ് സെക്ടറിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീതി ആയോഗ് പോലെ തിങ്ക് ടാങ്ക്സുകളിൽ നിങ്ങൾക്ക് എക്കണോമിക് അനാലിസിസിന് കയറാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, IAS IPS പോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. അല്ലെങ്കിൽ RBIയുടെ ഗ്രേഡ് B എക്സാംസ് ഉണ്ട്, അല്ലെ? ഇതെല്ലാം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എക്കണോമിക്സ് നിർബന്ധമായ ഒരു കുറെ അധികം എക്സാംസ് ആണ് UPSC കണ്ടക്ട് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ബാങ്കിങ്, ഫിനാൻസ്, കൺസൾട്ടൻസി, അനാലിറ്റിക്സ് തുടങ്ങിയ പല രീതിയിലുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചാൽ മിക്ക കുട്ടികളും ഏറ്റവും കൂടുതൽ പെർസ്യൂ ചെയ്യുന്ന PhD, റിസർച്ച് ഇൻ അക്കാഡമിയ, ടീച്ചിങ്ങിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ റിസർച്ച് വിങ്ങിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് MA എക്കണോമിക്സ് പഠിക്കുന്നത് കൊണ്ട് what difference it makes by 2 more years in economics എന്ന് പറയുന്നതാണ്. Okay, now we are going to learn about why do you have to choose a central university. എന്തിനാണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ MA എക്കണോമിക്സിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്? That is the most thing, the whole point of an orientation, അല്ലേ? What difference it makes. നാട്ടിൽ ഒരു കോളേജിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പെർസ്യൂ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എന്തിന് എക്കണോമിക്സ് പഠിക്കണം എന്ന് പറയണത്. ഫസ്റ്റ് ഓഫ് ഓൾ, എസ്റ്റാബ്ലിഷ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ. ഇപ്പോ as far as I am from a JNU, I completed my masters from JNU. So അതുകൊണ്ട് Center for Economic Studies and Planning എന്ന് പറയണ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് JNU is world known. ഓക്കെ, വേൾഡ് നോൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതല്ല, ലോകം അറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഇറ്റ് ഇസ് വേൾഡ് നോൺ? അവിടെയുള്ള ഫാക്കൾട്ടീസ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും എന്നെ പഠിപ്പിച്ചത് എക്കണോമിക്സിനകത്ത് PhD എടുത്ത കുറെ പ്രൊഫസേഴ്സ് അല്ല, ഒരിക്കലുമല്ല. അവര് വേൾഡ് റിനോർഡായ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എടുത്ത അതിനകത്തുള്ള ടോപ്പ് 10 എക്കണോമിസ്റ്റുകളാണ് എന്നെ പഠിപ്പിച്ചത്. വേൾഡ് എടുക്കുവാണെങ്കിൽ ഒരു ടോപ്പ് 500-നകത്തുള്ള വേൾഡ് റിനോർഡ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളാണ് എന്നെ പഠിപ്പിച്ചത്. ഓക്കെ, സോ that makes so much of difference, you know. ഇപ്പൊ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും ഒരു 6 sem ഒക്കെ ആയി കഴിയുമ്പോൾ ഇന്ത്യൻ എക്കോണമിക്കകത്ത് ഒരു ടെൻഡുൽക്കർ കമ്മിറ്റിയെ പറ്റി പഠിച്ചിട്ടുണ്ടോ?
ടെണ്ടുൽക്കർ കമ്മിറ്റിയെ പറ്റി കേട്ടിട്ടുണ്ടോ? somebody reply no. ടെണ്ടുൽക്കർ കമ്മിറ്റി പോവേർട്ടി എസ്റ്റിമേഷന് വേണ്ടി ഫോം ചെയ്തൊരു ടെണ്ടുൽക്കർ കമ്മിറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. യെസ് ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ ആ ഫോർമുലേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു എക്കണോമിസ്റ്റ് നിങ്ങളെ വന്ന് ടെണ്ടുൽക്കർ കമ്മിറ്റിയെ പറ്റി പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ വെൽ ഇറ്റ് ഇസ്. ഓക്കെ, ജസ്റ്റ് തിങ്ക് ടെണ്ടുൽക്കർ കമ്മിറ്റിയെ പറ്റി പോളിസി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്കണോമിസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് നമ്മളെ കുറിച്ച് അതിന് പറഞ്ഞു തരിക. ബിക്കോസ് ഹി വാസ് പാർട്ട് ഓഫ് ദ കമ്മിറ്റി. നീതി ആയോഗ് എല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ, നീതി ആയോഗ്. യെസ് ഓർ നോ? നീതി ആയോഗിനകത്ത് ഒരു തിങ്ക് ടാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളെ വന്ന് നീതി ആയോഗിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഡു യു ഫീൽ? റാദർ ദാൻ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ആരാണോ അത് ഫോർമുലേറ്റ് ചെയ്ത് ആ പോളിസി കമ്മിറ്റിക്കകത്ത് ആരാണോ ഉള്ളത് അദ്ദേഹം നമ്മുടെ ക്ലാസ്സിൽ വന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ വാട്ട് വിൽ യു ഫീൽ? ഇന്ത്യൻ എക്കോണമിയുടെ കോഴ്സ് എടുക്കുന്ന ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ പാർട്ടായ ഒരാളാണെങ്കിലോ? സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പൊ ഒരു 10 years ആയിട്ട് നമ്മുടെ എക്കോണമിയിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങൾക്കും പാർട്ടായിട്ടുള്ള എക്കണോമിസ്റ്റുകളാണ് നമ്മുടെ പ്രൊഫസേഴ്സ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. റിനോഡ് ആയ എക്കണോമിസ്റ്റുകളുടെ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് മാത്രമല്ല, ദേ ആർ ഓൾ ആസ്പയറിംഗ് നോബൽ ലോറേറ്റ്സ്. നാളെ നോബൽ പ്രൈസിന് വേണ്ടി ഇന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളാണ് അവര്. So how important that knowledge is going to be. They are not going to teach from the textbook. They are not going to learn about like Adam Smith's book എടുത്തിട്ടായിരിക്കില്ല അവർ പഠിപ്പിക്കുന്നത്. അവര് ഇന്നത്തെ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റില് ഈ തിയറീസ് എല്ലാം തന്നെ നമ്മുടെ മൈക്രോ മാക്രോ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എല്ലാ തിയറീസും എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രസന്റ് രൂപം എന്താണെന്നുള്ളത് അവർ പറഞ്ഞു തരും. ഓക്കെ, so when such eminent people are teaching us, anyway our department വളരെ strong departments ആയിരിക്കും. What history it is going to have. I was always feeling, I was sitting in the chair where Nirmala Sitharaman, today's impact of finance minister, പഠിച്ച അതേ ചെയറിലാണ് I was also sitting. Right? No, ഇന്ത്യയിൽ നിന്ന് അഭിജിത് ബാനർജി നമ്മുടെ എക്കണോമിക്സ് നോബൽ പ്രൈസ് കിട്ടിയ പുള്ളി ഇരുന്ന് പഠിച്ച ക്ലാസ്സിലാണ് നമ്മൾ ഇരുന്ന് പഠിക്കുന്നത്. How different you feel right now. We are all part of the history അല്ലേ. കുറെ അധികം ഹിസ്റ്ററീസ്, എക്കണോമിക് ഹിസ്റ്ററീസ്, അക്കാഡമിക് വൈസ് നോക്കുമ്പോൾ കുറെ അധികം എക്കണോമിക് ഹിസ്റ്ററീസ് ഉള്ള ക്ലാസ് റൂംസാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. നമ്മളെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സോ നാളെ ചിലപ്പോൾ നോബൽ, ഇപ്പം നാളെ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും ഇന്ന പ്രൊഫസറിന് നോബൽ പ്രൈസ് കിട്ടി, പുള്ളി എന്നെ പഠിപ്പിച്ചതാണെന്നുള്ളത്. സോ ദാറ്റ് renowned people are coming and teaching us. That is so much difference. It makes so much difference. നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗില് എക്കണോമിക് തിയറി നമ്മൾ മനസ്സിലാക്കുന്ന രീതികളിൽ ആ രീതിയിലോട്ടൊക്കെ ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാം പന്തത്ത് പറയുന്നത് വാസ്റ്റ് റിസോഴ്സ് ആണ്. Again from the point of view of JNU, because JNU has the largest library. ഒരു 9 നിലയുള്ള ലൈബ്രറിയിൽ നിങ്ങൾക്ക് 24/7 ഫെസിലിറ്റീസിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടാവുക. അത് മാത്രമല്ല, the way central universities are kept at par with the technology, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും ലൈക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി, അതിനകത്ത് അവരുടെ സോഫ്റ്റ്വെയർ വർക്ക് സോ ബെറ്റർ ദാൻ the other softwares in our country. Like the other softwares or application that we are using, നമ്മുടെ ഇന്ത്യയിൽ പെർമിറ്റഡ് ആയ സോഫ്റ്റ്വെയർസിനെക്കാളും ബെറ്റർ ആണ് അവിടുത്തെ ആ കാറ്റലോഗ് സർവീസ്. ദ സെൻസ് ദാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ബ്രെയിൻ സ്റ്റോം എന്ന് പറയുന്ന ഒരു വേർഡ്, നിങ്ങൾക്ക് ഈ വേർഡിന്റെ അർത്ഥം അറിയാൻ പാടില്ല. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈക് JNUന്റെ ID, നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ JNUന്റെ IDയിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ജസ്റ്റ് പുട്ട് ഇൻ എ വേർഡ് ലൈക്ക് ബ്രെയിൻ സ്റ്റോം, അതിന്റെ പാസ്റ്റ് തൊട്ട് ഇന്ന് വരെയുള്ള പുസ്തകങ്ങൾ ഏത് റാക്കിൽ ഏത് ഫ്ലോറിലായിരിക്കും എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ യു ഗെറ്റ്. ഓക്കെ, അതിന് ഇത്രയും നാളും നിങ്ങൾ എന്താ വി ജസ്റ്റ് ഹാഡ് എ വേർഡ്, അതിന്റെ മീനിങ് ഉൾപ്പെടെ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ള എല്ലാ ബുക്സ്, മേജർ ബുക്സ് ബേസ്ഡ് ഓൺ ദാറ്റ്, എവിടെ ഏത് റാക്കിൽ ഏത് റോയിലും ഇരിക്കുന്നു എന്നുള്ളത് വി ഗെറ്റ് അറ്റ് ദ ഫിംഗർ ടിപ്പ്. ഓക്കെ, ആൻഡ് ദെൻ യു ഗോട്ട് ഇറ്റ് 24/7. നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. ഏത് സമയം വേണമെങ്കിലും ലൈബ്രറി ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് സമയം വേണമെങ്കിലും യു ക്യാൻ ഗോ ആൻഡ് സിറ്റ് ദെയർ. യു ക്യാൻ യൂസ് ഓൾ ദ ഫെസിലിറ്റീസ് ദെയർ വിത്ത് നോ ടൈം ലിമിറ്റ്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പൊ നിങ്ങൾക്ക് ചിലരൊക്കെ JNUs ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. ബിക്കോസ് നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ സ്റ്റഡി ടൂർ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്. ദാറ്റ് ഐ ഹവ് സീൻ സോ മെനി സ്റ്റുഡൻസ് ഫ്രം എസ്പെഷ്യലി ഫ്രം നോർത്ത് കേരള. മിക്ക കോളേജസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഡൽഹി അങ്ങനെയൊക്കെ കറങ്ങാനായിട്ട് വരുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ BR അംബേദ്കർ ലൈബ്രറി ഒക്കെ കാണാൻ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ സം ഓഫ് യു മൈറ്റ് അറ്റ്ലീസ്റ്റ് ഹാവ് വിസിറ്റഡ് JNU വൺസ്. സോ യു വിൽ നോ ലൈക്ക് ഒരു 9 story ബിൽഡിംഗ്, അവിടെ എപ്പോഴും ഇരുന്ന് പഠിക്കുന്ന കുറെ ആളുകള്,
it's a thing to watch. നമ്മുടെ നാട്ടില് ലൈബ്രറിയിലകത്ത് ഇല്ലാത്ത ഇപ്പം ഐ ക്യാൻ ടെൽ മൈസെൽഫ് ന്യൂ. ഇപ്പം ഞാനും ഒരു ബാച്ചിലേഴ്സ് നാട്ടിൽ ചെയ്ത ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കോളേജ് ലൈബ്രറിയിലൊന്നും അങ്ങനെ പോകാറോ അവിടെ ഒക്കെ എക്സാം എഴുതാൻ പോകാറില്ല, അത് അങ്ങനെ പോകാറുള്ള ഒരാളല്ല. പക്ഷെ അത് നമ്മുടെ സ്റ്റഡി എൻവയൺമെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. വൺസ് യു ആർ ദെയർ വി വിൽ ഡെഫിനറ്റ്ലി ഗോ. നമ്മൾ അതിനകത്തുള്ള ഒരു റിസോഴ്സ് പോലും വെറുതെ കളയാൻ ആഗ്രഹിക്കില്ല നമ്മൾ ആരും. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം എടുത്തപ്പോൾ ഞാൻ JNU ആയതുകൊണ്ടാണ് ഈ JNU സ്പെസിഫിക് പറയുന്നതും. പിന്നെ ആസ് ഐ സെഡ് ബിഫോർ, JNU is the best place to be in if you wanted to pursue a thing in MA economics, like masters in economics. JNU is one among the top. അതുകൊണ്ട് ഞാൻ എപ്പോഴും JNU ഓറിയന്റഡ് ആയിട്ട് പറയുന്നത്. So you got the best departments, you got the best faculties there. In fact, top economist of the country is coming and teaching you vast resources. It will be we will be having vast resources. Okay, now next one is all about affordable education. So central universities are established stable thanne. Okay, why central universities were established? Students in affordable education provided, anybody with talent irrespective of any other parameters should be educated. അയാളുടെ ഫിനാൻഷ്യൽ നീഡ്സോ കാസ്റ്റോ ക്രീഡോ ഒന്നും ഇല്ലാതെ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം അഫോർഡബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് തന്നെ. 2025 ഈ ഇൻഫ്ലേഷൻ നിലനിൽക്കുമ്പോൾ can you ever believe that you're getting an education worth 216 rupees 216 rupees per semester? ആലോചിച്ച് നോക്കാൻ പറ്റുമോ? ഒരു സെമസ്റ്ററിൽ 216 രൂപയാണ് ഇത്രയും വലിയ എക്കണോമിസ്റ്റുകൾ നമ്മളെ വന്ന് പഠിപ്പിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഫീസ്. ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് ടു JNU. മോസ്റ്റ് ഓഫ് ദ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആർ പ്രൊവൈഡിങ് യു the most affordable education, the most affordable education. ഈ 216 rupees എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 months നിങ്ങൾ അടയ്ക്കുന്ന ട്യൂഷൻ ഫീസ് ആണ് 216 rupees. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഐ ജസ്റ്റ് പെയ്ഡ് 165 rupees. ഇപ്പം ലാസ്റ്റ് ഇയർ അത് കൂട്ടിയതാണ് 216 rupees, സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഇറ്റ്സ് അറൌണ്ട് 200 to 300 ഒരു സെമസ്റ്ററിൽ നിങ്ങൾ അടയ്ക്കുന്ന ട്യൂഷൻ ഫീസ് ആണത്. Can you ever imagine that we are getting the quality education that the country can offer at a least cost? That is the most important thing. Okay, at this age, at 2025. Okay, so private institutions വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയ അല്ലെങ്കിൽ അറ്റ് നോ കോസ്റ്റ് അല്ലേ നമുക്ക് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഇഫ് യു ആർ റെഡി ടു റിയലി വർക്ക് ഹാർഡ്, no matter you don't have money, no matter you are financially backward, you will be able to have a seat at the most renowned place in the country to gain education. അതാണ് അതിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. Apart from the low fee, you will be having scholarships and funding. I would definitely tell you that ഇപ്പം Jawaharlal Nehru University being in Delhi is a metropolitan city. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ടു സ്റ്റേ, ഫുഡ് സ്റ്റേ എല്ലാം ഭയങ്കര like expensive ആയിരിക്കും, right? Travel cost also is going to mean Kerala to Delhi, definitely flight or train, it cost alle. But JNU or in central universities in particular provide you a number of scholarships. I had merit cum means scholarship. Okay, so അതുകൊണ്ട് തന്നെ ഈ 4 semesters, in the sense 2 years, I have never asked money at my home, and I have never asked money at my home. I funded myself. I can tell you that. Or JNU funded me completely. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ട്യൂഷൻ ഫീസ് വളരെ കുറവാണ്. അറ്റ് ദ സെയിം ടൈം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും മെസ്സിൽ ഇപ്പം ഇന്നത്തെ ഒരു ഫുഡിന്റെ ഒക്കെ പ്രൈസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ തന്നെ വാട്ട് വുഡ് ബി ദ ഹോസ്റ്റൽ ഫീസ് ദാറ്റ് യു വിൽ ഹാവ്? 5,000 to 6,000 maybe. But ഇതെല്ലാം തന്നെ സ്കോളർഷിപ്സിന്റെ ഇതിനകത്ത് നമുക്ക് ഗ്രാൻഡിനകത്ത് പോകും. സോ യു വിൽ ഹാവ് സ്കോളർഷിപ്പ്, യു വിൽ ഹാവ് ഗ്രാൻസ്, you will have other financial aid programs, in the sense that economics department lokke mattulla multinational corporations okke namakku ഒരു ഇന്റർവ്യൂ പാസ് ആയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ ഒക്കെ തരുന്ന സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ടായിരുന്നു. ദ സെൻസ് ദാറ്റ് അവര് ഒരു MNCs ഒക്കെ വന്നിട്ട് ലൈക്ക് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള രീതിയിൽ അവർ വന്നിട്ട് ദർ വിൽ ബി സം ക്രൈറ്റീരിയസ്, നമുക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടാവണം എന്നുണ്ടാവും. ആൻഡ് ദെൻ ഓൺ ബേസ്ഡ് ഓഫ് ഇന്റർവ്യൂസ് ആൻഡ് ഓൾ ദിൽ ഫണ്ട് യുവർ ഫുൾ എഡ്യൂക്കേഷൻ ഫോർ 2 years. അങ്ങനെ കുറെ അധികം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പെർട്ടിക്കുലർ ഹാവ് ദോസ് സ്കീംസ്. സോ നോട്ട് ഓൺലി അഫോർഡബിൾ എഡ്യൂക്കേഷൻ, ഇൻ റിട്ടേൺ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാവാൻ അവർ തന്നെ നമുക്ക് കുറെ അധികം സ്കോളർഷിപ്സും ഗ്രാൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ദെയർ.
And the most important thing is there you will have a strong alumni network. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെറ്റ്വർക്കിംഗ് സോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ആസ് ഫാർ എസ് ഐ ക്യാൻ ടെൽ യു, ഞാൻ പറഞ്ഞു ഒരു 3 years ബാക്ക് വൺ എഡെക്സി സ്റ്റാർട്ടഡ്, ഐ വാസ് എ സ്റ്റുഡൻറ് ആൻഡ് ദർ വാസ് എ എന്നെ ഇന്ത്യൻ എക്കോണമി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, നന്ദു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. നന്ദു ചേട്ടൻ അപ്പം JNU പാസ് ഔട്ട് ആയിരുന്നു. ഓക്കെ, ടിൽ ടുഡേ ഹി ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് ഇൻ മൈ സ്റ്റഡിങ്. എന്റെ കോച്ചിങ്ങിന്റെ സമയത്തും ഇപ്പോഴും ഞാൻ എടുത്തൊരു ഗുഡ് ഡിസിഷൻ ആയിരുന്നു ആ സാറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക എന്നുള്ളത്. ബിക്കോസ് JNU പോലെ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിനും ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നാട്ടിൽ പൊതുവെ ആ നെറ്റ്വർക്കിംഗ് വളരെ കുറവാണ്. JNU പോലുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പൊതുവെ ഒരു അലുമിനൈ നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ, ദർ വിൽ ബി എ വെൽ ഫങ്ഷനിങ് അലുമിനൈ സിസ്റ്റം. പേരിന് വേണ്ടി മാത്രമല്ല, ദർ വിൽ ബി എ എഫിഷ്യന്റ് അലുമിനൈ സിസ്റ്റം. ആ രീതിയിൽ നോക്കുമ്പോൾ ദാറ്റ് നെറ്റ്വർക്കിങ്ങിനോ അതൊരു ട്രെൻഡാണ്. അത് ഈ ക്യാമ്പസുകളിൽ കാണുന്ന ഒരു വലിയ കാര്യമാണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം എനിക്ക് റിസർച്ചിലോട്ട് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ അവിടെ പഠിച്ചു, ഞാൻ അത് കഴിഞ്ഞ് എഡെക്സിയിൽ ഇവിടെ പഠിപ്പിക്കാൻ കയറി. അപ്പം നന്ദുചേട്ടൻ പോയി. പക്ഷെ എന്റെ ത്രൂ ഔട്ട് JNU ജേർണിയിൽ എന്നെ എങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു കരിയർ വൈസ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയാ അസൈൻമെന്റ്സ് ചെയ്യാൻ, പ്രൊജക്ട്സ് പേപ്പേഴ്സ് ചെയ്യാൻ ആ ചേട്ടനായിരുന്നു എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഓക്കെ, സോ ആ രീതിയിലോട്ട് JNUവിന് ഔട്ട്സൈഡ് ആണെങ്കിലും തന്നെ ഒരു എഫിഷ്യന്റ് അലുമിനൈ നെറ്റ്വർക്ക് ഉണ്ട്. ഈ അലുമിനൈ നെറ്റ്വർക്ക് ഉണ്ടപ്പം നമ്മളിപ്പം ഒരു ഏരിയയും നമുക്കുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഇതിന് ശേഷം നമുക്കൊരു റിസർച്ച് വർക്കിന് ചെയ്യണം, അതല്ലെങ്കിൽ ഇതിന് ശേഷം നമുക്കൊരു കമ്പനിയിൽ എത്തണം, ഒരു പ്ലേസ്മെന്റിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് വുഡ് ബി വെരി വെരി യൂസ്ഫുൾ. കാരണം എല്ലാത്തിനും ഇവരിത് നേരത്തെ പോയ ആളുകളായതുകൊണ്ട് ഒരു ഡിഫൈൻഡ് പാത്ത് നമുക്ക് പറഞ്ഞു തരും. വി ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് സോ മച്ച് ടൈമിങ് അണ്ടർസ്റ്റാൻഡിങ് ഇതിന്റെ പ്രൊസീജിയർ എന്താ, ഇതിനെന്താ ചെയ്യേണ്ടത്, ഇത് അങ്ങനെയാന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. ദേ വുഡ് കം ആൻഡ് എ ടൈലർ മെയ്ഡ് സാധനം നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അവര് പോയ ആ ഒരു സ്ട്രാറ്റജീസ്, അവർ സക്സസ്ഫുൾ ആകുമ്പോൾ അവർ ആ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടായിരിക്കുമല്ലോ. സോ സച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ്. സോ എക്കണോമിക്സ് ആസ് എ സബ്ജക്ട് ഇസ് കൺസേൺ നമ്മുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന ആരായിരിക്കും? ടോപ്പ് എക്കണോമിസ്റ്റുകളായിരിക്കും. JNU തന്നെ പഠിച്ച് വലിയ വലിയ കമ്പനീസിൽ ഇന്ന് എക്കണോമിസ്റ്റ് ഹെഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ അലുമിനൈ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്നത്. പോളിസി മേക്കേഴ്സ് ആയിരിക്കും, പ്രൊഫഷണൽസ് ആയിരിക്കും. ഇന്ത്യൻ എക്കണോമിക് സർവീസ് അല്ലെങ്കിൽ RBI, ഗ്രേഡ് ബി തുടങ്ങിയ പ്രോമിനന്റ് ആയ UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഒക്കെ ഓൾറെഡി ക്ലിയർ ചെയ്ത് അതിനകത്ത് ഫ്ലറിഷ്ഡ് ആയി നിൽക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് ഇൻസൈറ്റ്സ് ഉണ്ടാവാം. എങ്ങനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എത്ര നാൾ പ്രിപ്പയർ ചെയ്തു, എങ്ങനെയാണ് എന്നുള്ളത്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സക്സസ്ഫുൾ അലുമിനൈ നെറ്റ്വർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ്. ബിക്കോസ് എല്ലാ വർഷവും ഗ്ലോബൽ അലുമിനൈ മീറ്റ് ഉണ്ടാവും. എല്ലാ വർഷവും they themselves provide, central universities itself provide a pathway by which we come into connection with these people. Okay, that is so important. സോ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ഒരു പ്രത്യേകതയാണ്. ബിക്കോസ് നമ്മൾ വന്നു പോവുകയല്ല, ഒരു അലുമിനൈ മീറ്റ് എന്ന് പറഞ്ഞ് തന്നെ ഒരു 2 day 3 day കണ്ടക്ട് ചെയ്യും. അതിനകത്ത് ഇപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കുന്ന ആളുകളുടെ ടോക്സ് ഉണ്ടാവും. എങ്ങനെ നമുക്ക് ഓരോരോ കരിയർ പാത്വേസ്, ഡിഫറെന്റ് കരിയർ പാത്വേസ് ഉണ്ടാവുമല്ലോ. മേ ബി ഗവൺമെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻ ഡിഫറെന്റ് വേസ് ആ രീതിയിലോട്ട് തന്നെ നമുക്ക് പോളിസി ഗൈഡൻസ് തരാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗൈഡൻസ് തരാം, അല്ലെങ്കിൽ സ്റ്റഡി ഗൈഡൻസ് തരാനുള്ള സ്ട്രോങ് അലുമിനൈ നെറ്റ്വർക്ക്സ് ഉണ്ടാവും. സോ ഇൻ എ വേ ഒരു കരിയർ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇന്റേൺഷിപ്സിന്റെ കാര്യം സ്പെസിഫിക്കലി പറയണം. ബിക്കോസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ ചെന്ന് കഴിയുമ്പം അവിടെ ഒരു വെൽ പ്ലേസ്ഡ് ആയ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വെൽ ഫങ്ഷനിങ് ആയ ഒരു പ്ലേസ്മെന്റ് സെൽസ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഇന്റേൺഷിപ്സ് എന്ന് പറയുവാണെങ്കിൽ ഒരു 2 years ആയിട്ട് മാത്രമേ ഉള്ള ആ ട്രെൻഡ്സ് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് 2 years അവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ ചെന്നപ്പോഴാണെങ്കിലും ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ 2 മാസം ഉണ്ടെന്ന് പറയുമ്പോൾ നാട്ടിൽ വന്ന് നിൽക്കാനേ നമ്മളൊക്കെ നോക്കിയുള്ളൂ. ബിക്കോസ് നമുക്ക് അറിയണ്ടായിരുന്നല്ലേ ഇന്റേൺഷിപ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് നമുക്ക് ആഡ് ഓൺ പോയിന്റ്സ് ഉണ്ടാവും. ഒരു പ്ലേസ്മെന്റ് അടിക്കുമ്പോൾ ഇന്റേൺഷിപ്സ് വാല്യൂ ചെയ്യുന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഓക്കെ, കാരണം നമ്മുടെ നാട്ടിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇന്റേൺഷിപ്സിന് പോകണം, എക്കണോമിക് സ്റ്റുഡൻസ് ആണെങ്കിലും ഇന്റേൺഷിപ്സിന് പോകണം എന്ന രീതിയിൽ ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ട്രെൻഡ്. അപ്പം വാട്ട് ഫൂളിഷ്നെസ് ഈ പീപ്പിൾ ഡിഡ്. ഒരു 2 മാസം അവധി ഉണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് നിൽക്കാന്ന് പറയുന്ന ആ രീതിയിൽ ഞങ്ങൾ പോയപ്പം അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും ഇന്റേൺഷിപ്സ് നീതി ആയോഗ് പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 months ഇന്റേൺഷിപ്സിന് കയറി. സോ അവർക്ക് എന്ത് പറ്റി, പ്ലേസ്മെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ദേ വിൽ ഹാവ് എ സ്ട്രോങ് അപ്പർ ഹാൻഡ്.
അണ്ടർസ്റ്റുഡ്. സോ ഇവർക്ക് എങ്ങനെ ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് ഇന്റേൺഷിപ്സ് കിട്ടുന്നത്? അവിടെ വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ അലുമിനൈസ് ആണ്. സോ whenever there is an opening, അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? നമ്മുടെ സ്റ്റുഡൻസ് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെ പിള്ളേർക്ക് കിട്ടണം. ആ രീതിയിലായിരിക്കും അലുമിനൈസ് തിങ്ക് ചെയ്യുക. ദേ വുഡ് ബി പുട്ടിംഗ് ഇൻ ടു ഗ്രൂപ്പ് പ്ലേസ്മെന്റ്സ് എല്ലാം അത് കോർഡിനേറ്റ് ചെയ്യും. നമുക്ക് ഈസി സ്റ്റെപ്പാണ്. നാട്ടിൽ നിന്ന് ഒരാൾ നീതി ആയോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതൊരു ലോങ് പ്രൊസീജിയറാണ്. സെവറൽ പേപ്പർ വർക്ക്, സെവറൽ റൈറ്റിംഗ് സാമ്പിൾസ്, സെവറൽ ഇന്റർവ്യൂസ് എത്തുമ്പോൾ നമുക്ക് വി ഓൾറെഡി ഹാവ് കണക്ഷൻസ്. ഇൻ ദ സെൻസ് ജയന്റെ ഒരു ഫാമിലി ആണല്ലോ, അപ്പൊ നമുക്ക് അവിടെ ആളുണ്ടല്ലോ, നമ്മളങ്ങ് കയറി പോവാണല്ലോ. ആ ഒരു രീതിയിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പൊതുവെ ഫങ്ഷൻ ചെയ്യുന്നത്. ബിക്കോസ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്നത് നമുക്കായിരിക്കും. നമുക്ക് പോളിഷ്ഡ് ആയിട്ട് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സഹായം ഓൾറെഡി അവിടെ നിലനിൽക്കുന്നുണ്ടാവും. സോ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ് വിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് യൂഷ്വലി പ്രൊവൈഡ്. ഓക്കെ. ആൻഡ് ദെൻ കരിക്കുലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈ പെർസ്യൂയിങ് ആൻഡ് PG ഇൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ. സോ ടു ടേക്ക് അബൌട്ട് എ കരിക്കുലം, നമ്മുടെ കരിക്കുലം വിൽ ബി സോ ഡിഫറെന്റ്. ഇപ്പം ഞാനാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു 2 months I was also at home. I was in Kerala. Okay, so 2 months ഞാൻ ഇവിടെ നാട്ടിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. സോ I can really give you a comparison of the curriculum that is followed in Kerala, അല്ലെങ്കിൽ സ്പെസിഫിക്കലി സൗത്ത് ഇന്ത്യ, ആൻഡ് ദാറ്റ് ഓഫ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ സിലബസ് ബേസിക്കലി പറഞ്ഞാൽ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ മാസ്റ്റേഴ്സ് ബാച്ചുലേഴ്സിന് പഠിച്ചൊരു സാധനത്തിന്റെ കണ്ടിന്യൂവേഷൻ മാത്രമായിരിക്കും നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി പഠിക്കുന്നത്. ഇൻ ദ സെൻസ് അതിൽ നിന്ന് തന്നെയായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സാധനം, ISLM മോഡൽ, ഇതിൽ നിന്ന് തന്നെയായിരിക്കും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നാട്ടിലെ വരുന്നത്. സോ നാട്ടിലെ സിലബസ് കമ്പാരിറ്റീവ്ലി കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, കോളേജസിൽ ഫോളോ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് ഒരു കരിയർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ വാട്ട് ഇസ് നീഡഡ് ടുഡേ എന്നൊരു രീതിയിലോട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് വാട്ട് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇസ് തിയററ്റിക്കൽ ആപ്ലിക്കേഷൻ വിത്ത് അപ്ലൈഡ് എക്കണോമിക്സ്. സോ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ദാറ്റ് ഓൺലി വിൽ ഹാവ് എൻ അപ്പർ ഹാൻഡ്. ഒരു ജോബ് മാർക്കറ്റിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ. സോ ഇൻ എനിവെയർ, അല്ലെങ്കിൽ ഒരു റിസർച്ച് എക്കണോമിക്സ്, നിങ്ങളിപ്പോൾ PhD ഒക്കെ പെർസ്യൂ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 5 years ബാക്ക് ആളുകൾ എങ്ങനെയാണ് PhDക്ക് റിസർച്ച് പേപ്പർ പ്രോജക്ട്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിലല്ല ഇന്ന്. ദർ ഇസ് സോ മച്ച് ഓഫ് ഡിഫറൻസ്, സോ മച്ച് ഓഫ് ഗ്രോത്ത്, സോ മച്ച് ഓഫ് ചേഞ്ച് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഓവർ ടൈം. സോ central universities always go for a very comprehensive curriculum. It will be definitely a mixture. Other mixture of what? A theoretical and applied knowledge, analytical skills, critical thinking ability, practical knowledge. So to give you an example, I had a course in agriculture in my 4th or 3rd semester. എന്നെ പഠിപ്പിച്ചത് വികാസ് റാവൽ എന്ന് പറഞ്ഞ ഒരു വളരെ, you just Google who Vikas Raval is. Vikas Raval is a popular agricultural economist of the country. He would be taking us to field service. പുള്ളി നമ്മളെ ഫീൽഡിൽ കൊണ്ടുപോകും. We will be interacting with the farmers of Punjab. We will be interacting with the farmers of North. Okay, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടിട്ട് അതിന്റെ ഡിഫറെന്റ് അനാലിറ്റിക്കൽ പോയിന്റിലായിരിക്കും നമ്മളൊരു പേപ്പർ എഴുതുന്നത്. He'll be taking us 2 weeks, 3 weeks. He'll be going into the fields. We'll be working with farmers. We will be literally working with them. ആ രീതിയിലായിരിക്കും. സോ ദാറ്റ് പ്രാക്ടിക്കൽ എക്സ്പോഷർ വിൽ ഹാവ്. സോ അഗ്രികൾച്ചർ എക്കണോമിക്സ് എന്ന് പറയുന്നത് അതിന്റെ എക്കോണമിയിലുള്ള ഇമ്പാക്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചല്ല നമ്മളത് അനലൈസ് ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, വിൽ ബി ഗോയിങ് ഇൻ ടു ദ ഫീൽഡ്സ്, വിൽ ബി വർക്കിംഗ് വിത്ത് ദ പീപ്പിൾ, വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദം. അവരുടെ ഡൈലാമാസ് എടുത്തിട്ടായിരിക്കും റിസർച്ച് പേപ്പർ നമ്മൾ എഴുതുന്നത്. Similarly, in any other field, international economics ne kurichu aikotte, we will be having open talk with the delegates of other country. Okay, international economics nokku parayumbodekkum we had a talk from a very renowned, I forgot his name, very renowned economist from America who came here, and he was speaking about the similarities and differences of the trade patterns between India and America. ആ രീതിയിലോട്ടുള്ള എക്സ്പോഷർ ഭയങ്കര കൂടുതലായിരിക്കും. സോ ആ രീതിയിലായിരിക്കും കരിക്കുലംസ് സെറ്റ് ചെയ്തിരിക്കുന്നതും. ഓക്കെ, ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. പിന്നെ as I said before, research and internships ഒക്കെ തന്നെ നമുക്ക് കമ്പൽസറി ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് ദ കോഴ്സ്. ആ രീതിയിലോട്ടാക്കി അവർ മാറ്റും. ബിക്കോസ് എന്നാലേ നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കൊരു റിയൽ വേൾഡിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള
ഒരു ട്രെയിലർ, ഒരു പ്രീമിയർ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ലൈക് മോർ ദാൻ ഗോയിങ് ഇൻ ടു വർക്ക് യു വിൽ ഹാവ് എ ട്രെയിലർ. ആ രീതിയിലോട്ട് നമുക്ക് വരണമെങ്കിൽ വി വിൽ ബി ഹാവിംഗ് ഇറ്റ് ഇസ് എ നീഡ് ദാറ്റ് വിൽ ഹാവ് ടു ഹാവ് ഇന്റേൺസ് റിസർച്ച് ആൻഡ് ഇന്റേൺസ് ഇന്റേൺഷിപ്പ് അല്ലേ. സോ അങ്ങനെയുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ഏജൻസീസ് ആയിക്കോട്ടെ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിങ്ക് ടാങ്ക്സ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, എൻജിഒസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ഇന്റേൺഷിപ്സ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. കരിക്കുലം വിൽ ബി ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ സച്ച് എ വേ, റാദർ ദാൻ കുറെ തിയറീസ് പഠിച്ചു പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയാ മൈക്രോ മാക്രോ ഇന്ത്യൻ എക്കോണമി ഇന്റർനാഷണൽ ആ രീതിയിൽ പഠിച്ചു പോകുന്നതല്ലാതെ വാട്ട് ഇസ് എവറിത്തിങ് വാസ് കൺട്രോൾഡ് ഇൻ ദ റിയൽ വേൾഡ് ടുഡേ, ആ രീതിയിലായിരിക്കും നമ്മുടെ കരിക്കുലംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോംപ്രഹെൻസീവ് കരിക്കുലത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. എന്തൊക്കെയായിരിക്കും നമ്മൾ ബേസിക്കലി പഠിക്കാൻ പോകുന്നത്? നമ്മൾ പഠിക്കുന്ന മൈക്രോ മാക്രോ എക്കണോമെട്രിക്സ്, മാത്തമാറ്റിക്കൽ ഡെവലപ്മെന്റ്, പബ്ലിക് എക്കണോമിക്സ്, ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബാച്ചിലേഴ്സിൽ പഠിച്ചൊരു സാധനം തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ എല്ലാം ഇൻ എ വേ വളരെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആപ്ലിക്കേഷൻ മോഡ്. ആപ്ലിക്കേഷൻ മോഡ് എന്ന് മാത്രമല്ല, ബിക്കോസ് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രൊഫഷൻഡ് ആയ ആളുകളായിരിക്കും. സി നമ്മളിപ്പോ ബാച്ചിലേഴ്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും, ഓക്കെ, ഐ സ്റ്റിൽ റിമെമ്പർ ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ ഞാൻ ചിലപ്പോൾ മഗ്ഗപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ ഒന്നും ഫങ്ഷനിങ് മനസ്സിലാക്കാതെ ബാച്ചിലേഴ്സിന്റെ സമയത്ത് മഗ്ഗപ്പ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം പഠിച്ചിരുന്ന കുറെ തിയറീസ് ഒക്കെ ഇൻ ദ മോസ്റ്റ് ബെസ്റ്റ് ബ്യൂട്ടിഫുൾ വേ. Rohit Azad also, you just Google, he is a renowned heterodox economist of the country. സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വി വുഡ് റിയലി ആസ്ക് ourselves, ഇതായിരുന്നോ ശരിക്കും ഞാൻ ബാച്ചിലേഴ്സിൽ പഠിച്ചൊരു സാധനം? ബിക്കോസ് എല്ലാ സാധനവും നിങ്ങളിപ്പോ പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടേം എക്കണോമിക്സിൽ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമേ ആയിരിക്കില്ല. അതൊരു വേർഡാണ്, പ്രൈസ് റിജിഡിറ്റി. ചില തിയറീസിൽ ഓക്കെ ഇന്ന സ്കൂൾ ഓഫ് തോട്ടിൽ പ്രൈസ് റിജിഡ് ആണെന്നുള്ളതാണ് അസംഷൻ. നമ്മളത് അസംഷൻ ആയിട്ട് പഠിച്ചു. പക്ഷെ ഇത് ഹോൾ എക്കോണമി ചേഞ്ച് ചെയ്യുന്ന ഒരു സാധനം പ്രൈസ് റിജിഡിറ്റി ആണ്. ആ അസംഷൻ ആണ് ഹോൾ എന്താ പറയാ ഹോൾ എക്കണോമിക്സിന്റെ പൾസ് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ പ്രൈസ് റിജിഡിറ്റി ആണ്. സോ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ബാലൻസ് ഓഫ് പേയ്മെന്റ് വരുമ്പോ, ലൈക്ക് ഹൗ റിയലി ടുഡേ എക്കോണമി ഈസ് ഫങ്ഷനിങ്, ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇപ്പൊ നടക്കുന്ന എക്കോണമിയിലെ കറന്റ് ഇഷ്യൂസ് ഒക്കെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മൾ കുറെ ISLM കർവ് വരയ്ക്കും, POP കർവ് വരയ്ക്കും, അവിടെ നിന്ന് പോകുമ്പോൾ ഡിഫ്ലേഷൻ, ഇൻഫ്ലേഷൻ, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആവും. സോ ഇന്നവേ നമ്മളത് മക്കപ്പ് ചെയ്തിട്ട് നമ്മൾ എക്സാമിൽ എഴുതും. പക്ഷെ ഹൗ ബ്യൂട്ടിഫുൾ ദ തിയറീസ് ആർ, ഹൗ റെലവെന്റ് ദ തിയറീസ് ആർ, അതൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ ശരിക്കും ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ പത്രം വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു 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 ലൈക്ക് ഇഫ് യു വാണ്ട് ടു നോ ഇതിന്റെ റെലവൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ വി ഗെറ്റ് എൻ അഡ്വാൻസ്. ഇപ്പം ആ ക്ലാസ്സസിലൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതായിരിക്കും ഇമ്പാക്ട് അല്ലേ, അപ്പൊ ഇങ്ങനെ ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ വരുന്നത്. സി വി ഇറ്റ്സെൽഫ് വിൽ ബി ഏബിൾ ടു കൺക്ലൂഡ് ഇതുപോലെ തിയറീസ് ഒക്കെ അറിയാമെങ്കിൽ. സി ഒരു ഹിന്ദു എഡിറ്റോറിയൽ എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് എക്കോണമി ന്യൂസ് എപ്പോഴും മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയർ ബാച്ചുലേഴ്സ് ആൻഡ് തിയറി വിൽ നോട്ട് ഹെൽപ്പ്. ഭയങ്കര ബോറായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് എന്നുള്ളത് ഇതുപോലുള്ള പ്രൊഫഷൻ ക്ലാസ്സസിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ കരിക്കുലം, കോർ എക്കണോമിക് തിയറീസ് നമ്മൾ പഠിക്കും. അതിന്റെ കൂടെ തന്നെ അപ്ലൈഡ് എക്കണോമിക് തിയറി, ഇപ്പൊ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ്, ഇൻഡസ്ട്രീസിലൊക്കെയാണ് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, കോമ്പറ്റീഷൻ, പ്രൈസിംഗ് സ്ട്രാറ്റജി, ഇതെല്ലാം നിങ്ങൾ പഠിച്ചതായിരിക്കും. അതെങ്ങനെയാണ് ഇൻഡസ്ട്രീസിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. എൻവയോൺമെന്റൽ എക്കണോമിക്സ് ഉണ്ടാവും, റിസോഴ്സ് മാനേജ്മെന്റ്, സസ്റ്റൈനബിലിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ്, വളരെ റെലവെന്റ് ആണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് ഒക്കെ. ഹെൽത്ത് എക്കണോമിക്സ് ഉണ്ടാവും, ലേബർ എക്കണോമിക്സ് ഉണ്ടാവും, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ് ഉണ്ടാവും. ആൻഡ് ദെൻ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നല്ല, ഇപ്പൊ നിങ്ങൾ ഒരു പ്ലേസ്മെന്റിന് പോയിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് അറിഞ്ഞിരിക്കണം, റൈറ്റ്? അല്ലാതെ മിയർ എക്കണോമിക്സ് ഇപ്പം ഏതിന് പോയിട്ടുണ്ടെങ്കിലും എക്കണോമിക്സ് കൊണ്ട് നിങ്ങൾ എന്തു പെർസ്യൂ ചെയ്യുന്നുണ്ട്, എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് യു ആർ ഗോയിങ് ഫോർ ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനകത്തും ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് എപ്പോഴും ഉണ്ടാവുക. ഒരു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതിന്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർസ്. ഓക്കെ, സോ നാട്ടിൽ ഞാൻ കാണാത്ത ഒരു സിലബസ്, ഞാൻ നാട്ടിലെ മിക്ക യൂണിവേഴ്സിറ്റീസിന്റെയും സിലബസ് നോക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റീസ് നമ്മളെ ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. നിങ്ങൾ ആരെങ്കിലും എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? പൈത്തൺ, ആറ്, സ്റ്റാറ്റ, SPSS അങ്ങനെ തുടങ്ങി ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ടോ?
ആരെങ്കിലും ഒന്ന് പറയുമോ? ഹാസ് ദ സിലബസ് ചേഞ്ച്ഡ് ഓവർ ടൈം എന്നുള്ളതാണ്. ലാസ്റ്റ് ഇയർ വരെ ഇല്ലായിരുന്നു. Yes or no? No. See, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനൊക്കെ മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ടേക്ക് ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈക്ക് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, JNU, HCU, പോണ്ടിച്ചേരി, ഇവിടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ പഠിക്കാൻ ഒരു കോഴ്സ് ഉണ്ടാവും. ഓക്കെ, അത് ഒരു ഇപ്പൊ ഞാൻ പഠിച്ചത് SPSS ആണ്, അതേപോലെ തന്നെ സ്ട്രാറ്റ, പൈത്തൺ. കാരണം ഡേറ്റ അനാലിസിസിനകത്തൊക്കെ ഒരുപാട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക് 6th സെമ്മിന്റെ പ്രൊജക്ട് എടുക്കുന്നവരായിരിക്കും അല്ലെ. 6th സെമ്മിൽ നിങ്ങൾക്ക് പ്രൊജക്ട് ഉണ്ടാവും. ഈ പ്രൊജക്റ്റിന് നിങ്ങൾ തന്നെ ഒരു ടോപ്പിക് കണ്ടുപിടിക്കും, നിങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് റിസർച്ച് ചെയ്യും, നിങ്ങൾ തന്നെ ഗ്രാഫിക്കലി ആയിരിക്കും നിങ്ങൾ എന്താ ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പം ഇമ്പാക്ട് ഓഫ് മൊബൈൽ ഫോൺസ് എന്ന യങ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് നിങ്ങളൊരു സർവേ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാ റിസൾട്ടും നിങ്ങളൊരു ഹൈപ്പോത്തസിസ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യനെയർ സെറ്റ് ആവും. അതിനകത്ത് നിന്ന് നമുക്ക് ഡേറ്റ കിട്ടും. ഈ കിട്ടുന്ന ഡേറ്റ എല്ലാം തന്നെ നമ്മളൊരു ഗ്രാഫിക്കലി ആയിരിക്കും, നമ്മളൊരു ബാർ ഗ്രാഫോ അല്ലെങ്കിൽ പൈ ചാർട്ടോ അങ്ങനെ വല്ല ഉപയോഗിച്ചായിരിക്കും നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതർ ദാൻ ദാറ്റ് നിങ്ങൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമെട്രിക്സിനകത്ത് പഠിക്കത്തില്ലേ, ലൈക്ക് നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്, ആ രീതിയിലോട്ട് വന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ശരിക്കുള്ള ഇമ്പാക്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചത് ഇന്ന പ്രായം തൊട്ട് ഇന്ന പ്രായം വരെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണെങ്കിൽ അതൊരു ഹൈപ്പോത്തസിസ് ഫോർമാറ്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഡേറ്റാസ് എല്ലാം ഒരു സോഫ്റ്റ്വെയറിനകത്ത് കൊടുത്തിട്ട് ദേ വിൽ ടെൽ ക്രിട്ടിക്കൽ വാല്യൂ എവിടെയാണ് വരുന്നതെന്നനുസരിച്ച് അതിനുള്ള റിസൾട്ട്സ് നമുക്ക് ഓൾറെഡി ഇൻ ഹാൻഡ് ആയിട്ട് തരും. ഓക്കെ, സോ അതിനകത്തുനിന്ന് തന്നെ ഇറ്റ് ഓട്ടോമാറ്റിക്കലി കം വിത്ത് ഓൾ ദിസ് പൈ ബാർ ആൻഡ് ഓൾ ദിസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വിൽ ഓൾസോ ബി ദെയർ. സോ അതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുവാണെങ്കിൽ. എക്കണോമിക് തിയറി അതിനകത്ത് വരുന്നുണ്ട്, ഡേറ്റ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അറ്റ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ലെവൽ നമുക്കൊരു സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം. ദിസ് സോഫ്റ്റ്വെയർ സോ ഇമ്പോർട്ടൻറ്റ്. സോ SPSS, ടാറ്റ, തുടങ്ങിയുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് അവിടെ പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് കണ്ടൻസേ മാറും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കും ChatGPT ഉണ്ടല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ജെമിനൈ ഉണ്ടല്ലോ, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. ആ രീതിയിലുള്ള പരിപാടി നടക്കില്ല. പക്ഷെ അത് നടക്കാത്തതാണ് നല്ലത്. കാരണം നോക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ലെവലിൽ നമുക്കൊരു ടോപ്പിക് തരുവാണെങ്കിൽ അത് പ്രോപ്പർലി എങ്ങനെ പുട്ട് ഇൻ വേർഡ്സ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെയാണ് റിസർച്ച് പേപ്പർ എന്ന രീതിയിൽ എലാബറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ അവിടുത്തെ പ്രൊഫസേഴ്സ് നമുക്ക് പറഞ്ഞുതരും. കാരണം അവർ ആയിരക്കണക്കിന് റിസർച്ച് പേപ്പർ എഴുതി നല്ല പരിചയമുള്ള ആളുകളായിരിക്കും. സോ ദേ വുഡ് ബി ടെല്ലിങ് വാട്ട് ഇസ് എ റൈറ്റ് അപ്രോച്ച് ടു റൈറ്റ് എ റിസർച്ച് പേപ്പർ. സോ ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിലോട്ട് നമുക്ക് പറഞ്ഞു തരുക മാത്രമല്ല, നമുക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊന്നും വരായിട്ട് ഉടായ്പ കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ തന്നെ പ്ലേഗറിസം ചെക്കർ ഉണ്ടാവും. നമ്മൾ ഈ ഓൺലൈൻ നോക്കി പ്ലേഗറിസം ഒക്കെ നോക്കുന്ന പോലല്ല, നമ്മൾ ഒരു പ്രോപ്പർ പെയ്ഡ് ചെക്കറിനകത്തൂടെ പോയിട്ട് അതിനകത്ത് റിപ്പോർട്ട് നമ്മൾ നമ്മുടെ പ്രൊജക്ട്സിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇൻ എ വേ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ബിക്കോസ് എന്റെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആയത് ഞാൻ ഈ രീതിയിലുള്ള റിസർച്ച് പേപ്പേഴ്സ് എഴുതിയ ബിക്കോസ് നമുക്കവിടെ നോ ഗോ. റിസർച്ച് പേപ്പർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 10 നമുക്കൊരു 9-8 നമ്മുടെ പ്രൊഫസേഴ്സ് തരും. എത്ര വലിയ പ്രൊഫസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ എഴുത്ത് എങ്ങനെയാണ്, നമ്മുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയാനായിരിക്കും അവർ നമുക്കൊരു റിസർച്ച് പേപ്പർ തരുന്നത്. അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതാൻ ഒരിക്കലും ആയിരിക്കില്ല. അവരുടെ വ്യൂ പോയിന്റുമായിട്ട് നമ്മൾ മേ ബി എഗ്രി ചെയ്തേക്കാം, മേ ബി ഡിസഗ്രി ചെയ്തേക്കാം, പക്ഷെ ഹൗ മച്ച് എമൗണ്ട് ഓഫ് എഫേർട്ട് ദാറ്റ് വി ആർ പുട്ടിങ് എന്നുള്ളതാണ്. സോ ആ രീതിയിലോട്ട് വരുമ്പോഴത്തേക്കിനും ഐ ഷുഡ് ഡെഫിനറ്റ്ലി വർക്ക് ഹാർഡ്, ഐ വിൽ ബി ഏബിൾ ടു റൈറ്റ് എ പേപ്പർ. ഞാൻ അന്ന് അങ്ങനെ എഫേർട്ട് ഇട്ട് എഴുതിയ പേപ്പറാണ് ഇപ്പോഴും എന്റെ CV-ക്കകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നത്. ഞാൻ എന്റെ റിസർച്ചിനുള്ളിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്ലേഗറിസം ഇല്ലാതെ സ്വന്തമായി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു തെളിവ് എന്റെ CV-യിൽ കിടക്കുന്നിടത്തോളം ദാറ്റ് ഈസ് എൻ ആഡഡ് ഓൺ തിങ്. ഞാൻ സ്വന്തമായിട്ടൊരു പേപ്പർ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ഐ ഹാവ് ഡൺ എ പ്രൊജക്ട് ഓൺ ദിസ് ടോപ്പിക്. the plagiarism is that and the professor, ഒരു renowned professor, എനിക്ക് 8 മാർക്ക് തരണമെങ്കിൽ അതിനകത്ത് ഒരു കാര്യം ഉണ്ടെന്നുണ്ടല്ലോ. സോ ദാറ്റ് മേക്സ് യു ഡിഫറെന്റ് ഫ്രം ദ അതർ പീപ്പിൾ ഹു ഹാവ് കോപ്പീഡ് ഫ്രം ChatGPT. അല്ലെങ്കിൽ കാരണം ഇതുപോലുള്ള യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ദാറ്റ് anyone who is seeing your CV from JNU or HCU or Pondicherry having a research paper in your name with no plagiarism and approved by a renowned professor എന്ന് പറയുമ്പോൾ it is an add-on qualification that you will have. സോ അക്കാഡമിക് റൈറ്റിംഗ്സിനകത്തൊക്കെ നമ്മളെ അങ്ങ് ബ്രഷപ്പ് ചെയ്തെടുക്കും. ഓക്കെ, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് സച്ച് ഇമ്മൻസ് ഗൈഡൻസ്. ഓക്കെ, ആൻഡ്
ഒരു ഫൈനൽ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഡെസേർട്ടേഷൻ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഒരു സാധനം എഴുതിയിട്ട് ഇതുപോലെ ഒരാൾ അപ്രൂവ് ചെയ്ത് തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് മെയ്ഡ് സംതിങ് ഹാൻഡി അല്ലെ, നമുക്ക് വി ഹാവ് മെയ്ഡ് സംതിങ് ഇൻ ആർ നെയിം. അത് നമുക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു അസെറ്റാണ്. നമ്മുടെ റിസർച്ച് പ്രോജക്ട് എപ്പോഴും ലൈഫ് ലോങ് ഒരു അസെറ്റാണ്. ആൻഡ് കമ്പയർഡ് ടു ദ റിസർച്ച് പ്രോജക്ട് ദാറ്റ് ഐ ഡിഡ് ഇൻ ബാച്ചിലേഴ്സ്, എന്റെ ബാച്ചിലേഴ്സിലെ, ബിക്കോസ് അതെല്ലാം നമുക്കറിയാം, നമ്മൾ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം മാർക്കിന് വേണ്ടി ആകുമ്പോൾ വിൽ ലാസ്റ്റ് സെമസ്റ്ററും കൂടെ ആകുമ്പോൾ ഉടായിപ്പായിരിക്കും. പക്ഷെ ഇതേപോലുള്ള യൂണിവേഴ്സിറ്റീസിന് അതിനൊരു സ്കോപ്പും ഇല്ല. And they are not going, and the best part is that they are not going to test you whether you have done it so well or so good or not. They want to know the clarity of things that you have gone through. ആ പ്രോസസ്സിലൂടെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ പോയതിന്, അതിനാണ് അവിടെ ഇവാലുവേഷൻ. ആ രീതിയിൽ നമുക്കൊരു ടോപ്പ് സ്കോർ കിട്ടുമ്പോൾ അത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഒരു അസെറ്റ്, ഒരു നെറ്റ് എക്കണോമിക്സ് പോലെ അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു അസെറ്റ് ആണ് നമ്മുടെ റിസർച്ച് പേപ്പറും നമ്മുടെ പ്രൊജക്ട്. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്സ്, ഫീൽഡ് വർക്ക് എല്ലാം തന്നെ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് ആയിരിക്കും. ആസ് ഫാർ എസ് JNU is concerned, നമ്മുടെ ആദ്യത്തെ 2 സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3ഉം 4ഉം സെമസ്റ്റർ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു സെമസ്റ്ററിൽ നമുക്ക് 4 വിഷയങ്ങളായിരിക്കും വരിക, 4 ലൈക് ടോപ്പിക്സ് ആയിരിക്കും വരിക. ഈ 4 വിഷയം കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം അപ്പൊ 4 4 16 ടോപ്പിക്സ് ആയിരിക്കുമല്ലോ നമ്മൾ കവർ ചെയ്യുക. അതിനകത്ത് 12 എണ്ണ മാൻഡേറ്ററി നമ്മുടെ സെന്ററിൽ നിന്ന് വേണം എന്നുള്ളൂ. ഓക്കെ, 12 എണ്ണ നമ്മുടെ സെന്ററിൽ നിന്ന് വേണം എന്നുള്ളൂ. ഓക്കെ, ദ സെൻസ് ദാറ്റ് എക്കണോമിക്സ് നിന്ന് അല്ലെങ്കിൽ സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസ് ആൻഡ് പ്ലാനിംഗ് നിന്നൊരു 12 എണ്ണം മാത്രമേ വേണം എന്നുള്ളൂ. ബാക്കി 4 എണ്ണം നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. മേ ബി ജാപ്പനീസ് സെന്റർ, ചൈനീസ് സെന്റർ, അങ്ങനെ കുറെ അധികം സെന്റേഴ്സ് ഉണ്ടല്ലോ. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേപ്പേഴ്സ് എടുത്ത് ഏതെങ്കിലും സെമസ്റ്ററിൽ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. 12 പേപ്പർ മാത്രമേ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന എടുക്കാവുള്ളൂ. ബാക്കി 4 എണ്ണം ഇറ്റ്സ് അപ് ടു യു. യു ക്യാൻ ഗോ ആൻഡ് ലേൺ. നിങ്ങൾക്കിപ്പം ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഒരു സെമസ്റ്ററിൽ നിങ്ങൾ ലൈക് മീഡിയ സ്റ്റഡീസിനകത്ത് ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുന്നു. അങ്ങനെയുള്ള പല പല ഇന്റർ ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഫോസ്റ്റർ ചെയ്യുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പൊതുവെ. ആസ് ഫാർ as JNU is concerned, JNUവിന്റെ പാറ്റേൺ ഇതാണ്. 12 പേപ്പേഴ്സ് മാത്രമേ നമുക്ക് ഇത് എടുക്കണമെന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ സെമസ്റ്ററിലൊക്കെ നമുക്ക് എപ്പോഴും വരുന്നത് കമ്പൽസറി കോഴ്സസ് ആയിരിക്കും. 4 എണ്ണം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഈ 4 എണ്ണത്തിന് ഏതെണ്ണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അടുത്ത സെമസ്റ്ററിൽ ഈസി ആയിട്ടൊരു കോഴ്സ് എടുത്തിട്ട് ഈ കുറഞ്ഞ മാർക്കിൻ്റെത് മാറ്റിയിട്ട് അതിന്റെ മാർക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ പോകുമ്പോൾ അതെവിടെ യൂസ്ഫുൾ ആവുമെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒത്തിരി ഓവർലി മാത്സ് ആൻഡ് സ്റ്റാറ്റ് എക്സ്പോസ് സ്റ്റുഡൻസ് അല്ല, പൊതുവെ അല്ല. പക്ഷെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനകത്ത് മാത്സും സ്റ്റാറ്റും കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ മാത്സിനകത്ത് എക്കണോമിക്സ് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാറ്റിനകത്തും എക്കണോമിക്സ് മാത്സ് ഇമ്പോർട്ടന്റ് ആണ്. എന്നാലാണ് അതിന്റെ ഒരു പൂർണ്ണ രൂപം വരുള്ളൂ. ഈ 3 എണ്ണം ഒരു ടുഗദർ ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എവിടെയാ ഡിഫറൻസ് വരിക എന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി ഓവർ എക്സ്പോസ്ഡ് അല്ല. ബാച്ചുലേഴ്സിന്റെ സമയത്ത് നമുക്കൊരു പേപ്പർ എങ്ങാനും കാണും മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, പക്ഷെ നമ്മൾ ഒത്തിരി ഓവർ എക്സ്പോസ്ഡ് അല്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഡെഫിനറ്റ്ലി മാത്സിലും സ്റ്റാറ്റിലും നമുക്കൊരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ നമുക്ക് എഴുതിയിട്ട് ഇൻ കേസ് ഗ്രേഡ് നമുക്ക് കുറയുവാണെങ്കിൽ കൂടി മറ്റ് സെമസ്റ്ററിൽ നമുക്ക് ഈസി ആയ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ഈ എക്കണോമിക്സ്, ഹെൽത്ത് എക്കണോമിക്സ്, ആ രീതിയിലുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് ഇപ്പം അതിനൊരു സിയോ C- നമുക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ഇതിനൊരു B+ കിട്ടുകയാണ് എന്ന് വിചാരിച്ചോ. അപ്പൊ ആദ്യത്തെ സെമസ്റ്ററിൽ നിങ്ങൾ 4 കോഴ്സ് എടുത്തു, മാത്സിന് സ്റ്റാറ്റിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി. രണ്ടാമത്തെ സെമസ്റ്ററിൽ 4 കോഴ്സ് കമ്പൽസറി എടുക്കണമല്ലോ. നിങ്ങൾ അതിനകത്ത് 6 കോഴ്സ് എടുക്കണം. 6 കോഴ്സ് എടുക്കുമ്പോഴത്തേക്കിനും ഈ 2 എണ്ണം ആഡ് ഓൺ എടുത്തില്ലേ, അത് നിങ്ങൾക്ക് ഏത് വിഷയത്തിനാണോ മാർക്ക് കുറഞ്ഞത് അതിന്റെ അവിടെ റീപ്ലേസ് ചെയ്യും. ഇൻ ദ സെൻസ് ദാറ്റ് ഫൈനൽ മാർക്ക് ഷീറ്റിൽ നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിലും സ്റ്റാറ്റിൽ ഇത്രയാണ് നിങ്ങളുടെ മാർക്ക് എന്നുണ്ടെങ്കിലും രണ്ടാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾ എടുക്കുന്ന ഈ പേപ്പറിന്റെ മാർക്കാണ് ഫൈനൽ ഗ്രേഡ് പോയിന്റിൽ ആഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. ആൻഡ് nobody fails in a central university. I mean, JNU concerned ആകുമ്പോൾ nobody fails in JNU. നമുക്ക് ഗ്രേഡ് പോയിന്റ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ഔട്ട് ഓഫ് 10 അതിനകത്ത് 1 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്. നോബഡി ഗെറ്റ്സ് 0. നോ പ്രൊഫസർ ഗിവ്സ് യു 0. ഓക്കെ, പക്ഷെ 1 മാർക്കായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും കിട്ടുക, അത് വേറെ കാര്യം. പക്ഷെ നോബഡി ഈസ് ഗോയിങ് ടു മേക്ക് യു ഫെയിൽ. ആരും അങ്ങനെ തോറ്റുപോയി PG ഞാൻ തോറ്റു എന്ന് പറഞ്ഞ് ആരും അവിടെ ഇരിക്കാറില്ല. നോബഡി ഈസ് ഗോയിങ് ടു ഫെയിൽ. ദാറ്റ് ഇസ് ഓൾസോ അനദർ ഇമ്പോർട്ടന്റ് തിങ്. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് ദ തിങ്. ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഒരു മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് JNU അങ്ങനെ HU പോലെടുത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മിക്കവരും പോകുന്നത് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി അല്ലെങ്കിൽ ടീച്ചിങ് ആൻഡ് റിസർച്ച് റോൾ ആയിരിക്കും. അവരെന്തെങ്കിൽ PhDക്ക് പോകും അല്ലെങ്കിൽ ടീച്ചിങ് അതിലോട്ട് കടന്നു പോകും. ഓക്കെ,
എന്നുവെച്ചാൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും ഈ JRF ഒക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ ഫണ്ടഡ് ആയതുകൊണ്ടും ഇതേപോലുള്ള യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ ആ അലുമിനിയം നെറ്റ്വർക്സിന്റെ പ്രൊഫസേഴ്സ് നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും നമ്മുടെ PhD കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം നമ്മൾ അതിന് മുന്നേ തന്നെ ഒരു റിസർച്ച് പേപ്പർ എങ്ങനെ എഴുതണം എന്ന രീതിയിൽ നമ്മൾ ലൈക് വി വിൽ ബി നോൺ ടു റിസർച്ച് പേപ്പേഴ്സ്. ഓക്കെ, ആ രീതിയിൽ വിൽ ബി നോൺ ടു റിസർച്ച് പേപ്പേഴ്സ്, ഫണ്ടിങ് ഉണ്ടാവും. സോ ഒരു PhD journey after a post graduation in central universities, a PhD journey is always easier എന്ന് ഞാൻ പറയുള്ളൂ, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ സോ. പിന്നെ ഗവൺമെന്റ് സെക്ടേഴ്സ് ആയ ഇന്ത്യൻ എക്കണോമിക് സർവീസ്, RBI, നീതി ആയോഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ട്രോങ് അലുമിനിയം നെറ്റ്വർക്ക്സ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ജോബ് ഓപ്പണിങ്സ് ഫസ്റ്റ് ഹാൻഡ് അറിയപ്പെടുന്നത് നമ്മളെ പോലുള്ള യൂണിവേഴ്സിറ്റീസിലുള്ള സ്റ്റുഡൻസിനായിരിക്കും. സോ നമ്മളായിരിക്കും ആദ്യത്തെ ക്യാച്ച്, നമ്മളായിരിക്കും ആദ്യം അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ അത്രയും പോളിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഈസിയർ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ ദർ. കോർപ്പറേറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഇപ്പൊ എല്ലാ ആൾക്കാരും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കരിയർ റിസർച്ച് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ മൈൻഡ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് യു എ ഗുഡ് പ്ലേസ്മെന്റ്സ്. ദ സെൻസ് ദാറ്റ് ഇപ്പൊ എക്കോണമി എത്ര റിസഷൻ ആണെങ്കിൽ കൂടിയും IITs and central universities are the first place where the top comes. നിങ്ങൾ ഈ ബിഗ് ഫോറിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എക്കണോമിക്സ് പഠിച്ചിട്ട് ഈ PwC ആ രീതിയിലോട്ടുള്ള ബിഗ് ഫോഴ്സിൽ, ഡെലോയിറ്റ് ആ രീതിയിലുള്ള ബിഗ് ഫോഴ്സിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഡു യു എവർ നോ? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ബിക്കോസ് നമ്മുടെ നാട്ടിൽ ബേസിക്കലി കോമേഴ്സ് സബ്ജക്ട്സിനാണ് ഈ രീതിയിലുള്ള പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നത്. പക്ഷെ ഈ രീതിയിലുള്ള എല്ലാ ബിഗ് ഫോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടോപ്പ് കമ്പനീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് ദർ ഇസ് ഓൾസോ പേപ്പേഴ്സ് ലൈക് ബിസിനസ് സ്റ്റാൻഡേർഡ്സ് പോലുള്ള ന്യൂസ് പേപ്പേഴ്സ്, അവർക്കൊക്കെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരുടെ വർക്കിംഗ് ഏരിയയിൽ. ഓക്കെ, സോ ഈ രീതിയിലോട്ടുള്ള കോർപ്പറേറ്റ് പ്ലേസ്മെന്റ്സ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അഗെയിൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് JNU നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു സ്റ്റുഡന്റ് പ്ലേസ്മെന്റ്സ് എല്ലാം അവിടെ ഫോം ചെയ്യും. ദാറ്റ് വിൽ ബി ഇന്റർവ്യൂഡ് ബൈ ദ പ്രൊഫസേഴ്സ്. ഇപ്പൊ പ്ലേസ്മെന്റ് സെല്ലിനകത്ത് ഞാൻ പാർട്ട് ആകണം എന്ന് ആലോചിച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇൻ ദ സെൻസ് ദാറ്റ് പ്ലേസ്മെന്റ് സെല്ലിലെ ഒരു പൊസിഷനും അവരുടെ ഒരു സർട്ടിഫിക്കറ്റിനകത്ത് ഒരു ആഡ് ഓൺ ആണ്. ദ സെൻസ് ദാറ്റ് ഇപ്പൊ നമ്മളിപ്പോ NSS NCC എന്നൊക്കെ നമ്മുടെ ഈ CV അതൊക്കെ എഴുതി വെക്കത്തില്ലേ, ആ രീതിയിലാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലെ പ്ലേസ്മെന്റ് സെല്ലിൽ ഒരു പാർട്ട് ആവുക എന്ന് വിചാരിച്ചാലും. ഓക്കെ, അവിടെ ചെല്ലുമ്പോൾ പ്ലേസ്മെന്റ് സെല്ലിലോട്ട് സ്റ്റുഡൻസിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു പോസ്റ്റ് വരും. ഇപ്പൊ ഞാൻ പ്ലേസ്മെന്റ് സെൽസിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പ്ലേസ്മെന്റ് സെല്ലിൽ ഒരു മെമ്പർ ആണെങ്കിൽ ഞാൻ എന്റെ CV എഴുതും JNU പ്ലേസ്മെന്റ് സെൽ, ആ രീതിയിൽ എഴുതും. ബിക്കോസ് ബീങ് ഇൻ ദ പ്ലേസ്മെന്റ് സെൽ ഇറ്റ് സെൽഫ് ഇസ് എ പ്രിവിലേജ്. ഓക്കെ, പ്ലേസ്മെന്റ് സെൽസ് ഉണ്ടാവും, സ്റ്റുഡൻസ് റൺ പ്ലേസ്മെന്റ് സെല്ലായിരിക്കും, അതിനകത്തോട്ടായിരിക്കും എല്ലാ ടോപ്പ് കമ്പനീസും വരുന്നത്. ഇപ്പം അവരുടെ ഡ്യൂട്ടിയാണ് ഈ ലിങ്ക്ഡിൻ പോലെയുള്ള എല്ലാ ജോബ് പ്ലാറ്റ്ഫോംസിലും ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്റ്റുഡൻസ്, പ്ലേസ്മെന്റ്സിന് വേണ്ടി ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, പ്ലേസ്മെന്റ് സെൽസിലെ മെമ്പേഴ്സിനും പ്ലേസ്മെന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതല്ലാതെ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് സ്റ്റാർട്ട്സ് റൈറ്റ് ഫ്രം ദ മന്ത് യു ജോയിൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. സെക്കൻഡ് ഇയർ ആയിരിക്കില്ല, from the beginning of a central university journey you will be part of the placement cell, you will be getting internship opportunities. ഇതെല്ലാം തന്നെ പ്ലേസ്മെന്റ് സെൽസിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈലിൽ ഇരുന്ന് തപ്പി കണ്ടുപിടിക്കുന്നതിലും ഈസിയർ ആണ്. ഇവര് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സെല്ലായിരിക്കും, ഇവര് കോൺടാക്ട് ചെയ്യും, അവര് HR കോൺടാക്ട് ചെയ്യും, അവര് നമ്മുടെ കമ്പനിയിലോട്ട് നമ്മുടെ കോളേജിലോട്ട് ഇന്റർവ്യൂവിന് വരും. ആൻഡ് ദെൻ that will be a very smooth process. And believe me or not, economics as a subject has a great corporate പോസിബിലിറ്റി. നമ്മുടെ നാട്ടിൽ നമുക്കറിയില്ല. ഒരിക്കലും ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് കോർപ്പറേറ്റ് എന്റെ സബ്ജക്ട് തരുന്നത് എന്ന്. വി ഓൾവേസ് സേ ദാറ്റ് കോമേഴ്സ് സ്റ്റുഡൻസ് ഹാവ് എ possibility അല്ലെങ്കിൽ ബാക്കി MBA students have a possibility of corporate admission, but not, we too have, we are also there. നമ്മളും കോമ്പറ്റീറ്റീവ് ആണ്, നമ്മുടെ സബ്ജക്റ്റിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ specifically if you have a PG in economics, central universities usually provide a corporate opportunity to you. അതിനകത്തും ഏത് രീതിയിലായിരിക്കണം എന്നുള്ള പ്രെപ്പ് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അവർ നമുക്ക് ചെയ്തു തരും. ഓക്കെ, ഇഫ് യു ആർ പാർട്ട് ഓഫ്, ഇഫ് യു വാണ്ടഡ് ടു ബി റിയലി പ്ലേസ്ഡ്. ആൻഡ് വരുന്ന കമ്പനീസ് എന്നൊക്കെ പറയുന്നതും ടോപ്പ് കമ്പനീസ് ഒക്കെ തന്നെയാണ്. ഫ്രം 7 to 12 ഇൻ ദ സെൻസ് എന്റെ ബാച്ചിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ പെർ മന്ത് ഒരു 1.5 ആ രീതിയിലോട്ടൊക്കെ സാലറി, ഇൻഹാൻഡ് സാലറീസ് ഒക്കെ കിട്ടിയ പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് ദേ. പക്ഷെ പ്ലേസ്മെന്റ്സിന് പോകാനായിട്ട് നമുക്കൊരു കുറച്ചധികം ഒരു മോഡിഫിക്കേഷൻ ഒക്കെ നമ്മുടെ CVക്കകത്തും നമ്മൾ എങ്ങനെ അവരെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ രീതിയിലോട്ടുള്ള എല്ലാ
എല്ലാ പോളിഷിങ്ങും നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നടക്കും. ബിക്കോസ് നമ്മൾ ഇതെല്ലാം ഒരു ന്യൂ ആണ്, നമുക്ക് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഉണ്ട് എന്നുള്ളത് പോലും നമുക്ക് അറിയാതെയായിരിക്കും നമ്മളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ ചെല്ലുന്നത്. പക്ഷെ നോർത്തിലെ സ്റ്റുഡൻസ് ഒക്കെ ദേ ന്യൂ, they have an upper hand over all of this. അപ്പം അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കോമ്പറ്റീഷനകത്ത് നമുക്ക് സർവൈവ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യും, നമ്മുടെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ കൂട്ടാൻ ശ്രമിക്കും. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പ്രോസസ്. ബട്ട് trust me, we have a good place in corporate field also. Okay, so അത് മാത്രമല്ല ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ ഇപ്പൊ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ യു വിൽ ഹാവ് ടോപ്പ് എല്ലാ ഇപ്പം CIA പോലെയുള്ള പ്രൊമിനന്റ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഇറ്റ്സ് ജസ്റ്റ് 5 or 6 kilometers. സോ അവിടേക്ക് ഇന്റർവ്യൂ അവർക്കൊക്കെ വരാനും എളുപ്പുക, ആ രീതിയിലൊരു ഇതുണ്ടല്ലോ. അപ്പം അതേപോലുള്ള വലിയൊരു കമ്പനി നമ്മുടെ നാട്ടില് വന്ന് നമ്മുടെ കോളേജസിൽ വന്ന് ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചാൽ അവർക്കും പോസിബിൾ അല്ല. ഇറ്റ്സ് ലാക്ക് ഓഫ് മണി, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ഫോർ ദം. നമുക്ക് അവിടെയൊക്കെ ആയി കഴിയുമ്പം എവിടെ ഇന്റർവ്യൂ വെച്ചാലും നമുക്ക് പോകാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു പോസിബിലിറ്റീസും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ദർ. സോ ബേസിക്കലി നമുക്ക് കരിയർ സപ്പോർട്ട്, അക്കാഡമിക് എക്സ്പോഷർ, ഇൻഡസ്ട്രിയൽ ലിങ്കേജസ് ഒക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇൻ ഹാൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റീതിങ്കിങ് എക്കണോമിക്സ് പോലെ, റീതിങ്കിങ് എക്കണോമിക്സ് നിങ്ങൾ കുറച്ച് പേരൊക്കെ പാർട്ടായിരിക്കും. ഇറ്റ്സ് എൻ എക്കണോമിക്സ് ഫോറം ഓഫ് ദ കൺട്രി. അതിനകത്തൊക്കെ ഒരുപാട് ഡിസ്കഷൻസും ടോക്സും ഒക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയി ഇഫ് യു ആർ ഇൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. പിന്നെ റിസർച്ച് പ്രോജക്ട്സിൽ നമുക്ക് പാർട്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രൊഫസേഴ്സ് എല്ലാവരും തന്നെ ഇപ്പോഴും they will definitely have to publish research papers. സോ ഇപ്പൊ നമ്മൾ ആ സബ്ജക്റ്റിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്ന് നമുക്ക് പ്രൊഫസേഴ്സിന് തോന്നുകയാണെങ്കിൽ അവരും നമ്മളെ അവരുടെ റിസർച്ചിനകത്ത് നമ്മളെ കൂട്ടും. ഇപ്പം ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് ഇപ്പം മൈ പ്രൊഫസർ ന്യൂ ദാറ്റ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ആൻഡ് ഹി ആഡഡ് മീ. അപ്പൊ പുള്ളി പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്റെ പേരും വരും. പുള്ളിയുടെ മെയിൻ പേപ്പർ ആയിരിക്കും, പക്ഷെ ഹിൽ ഗിവ് ക്രെഡിറ്റ്സ് ടു മീ ഓൾസോ. ആ രീതിയിലുള്ള റിസർച്ച് പ്രൊജക്ട്സിനകത്ത് നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പിന്നെ നമ്മൾ വളരെ കോമ്പറ്റീറ്റീവ് ആയ വളരെ ഇവന്റ്ഫുൾ ആയ ഒരു എൻവയൺമെന്റിൽ ചെന്ന് വെട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കിൽ ഡെവലപ്മെന്റ് മസ്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് കുഞ്ഞുനാളിലെ തൊട്ട് ഈ ഒരു പ്രോസസ്സിനകത്തോട്ട് കയറിയ കുട്ടികളിലാണ്. ബിക്കോസ് നമ്മൾ എന്ന് പറയുകയാണെങ്കിൽ എവറിബഡി ഹാവ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, ബട്ട് നോർത്തിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ only the best have access to education. സോ അവരുടെ അപ്ബ്രിങ്ങിങ് തന്നെ ആ രീതിയിലായിരിക്കും. ഇപ്പോഴും ആ ഡിവൈഡ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു ആവറേജ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും. പക്ഷെ അവിടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ only the best has, not everybody have, like those who are the best, they get the best education. So അവർ അത്രയും ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ സ്കിൽ അക്വിസിഷൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന എക്സ്പോഷർ ഓൾറെഡി ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഉണ്ടാവുക. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ദ നീഡ് ഓഫ് ദ ടൈം ആയിരിക്കും. ഓൾ ആഡ് ഓൺസ് വിൽ കം ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ആൻഡ് വർക്ക്ഷോപ്സ്, ആസ് ഐ സെഡ് ബിഫോർ, വിൽ ഹാവ് അലുമിനൈ മീറ്റ്സ് ആൻഡ് വർക്ക്ഷോപ്സ്. ഇതെല്ലാം തന്നെ നമുക്കുണ്ടാവും. ആൻഡ് പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, ഇപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പേടിയായിരിക്കും, എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ട്രസ്റ്റ് മീ, ഐ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടമാണ് നമ്മൾ ആരാന്ന് തീരുമാനിക്കുന്നത്. അവർ എൻവയൺമെന്റ് ഡിസൈഡ്സ് ഹൂ വി ആർ. നമ്മളിപ്പോ വളരെ കംഫർട്ട് ആയ ഒരു സോണിലാണ് ഇരിക്കുന്നത് എന്നും നമ്മുടെ സബ്ജക്റ്റിന്റെ സ്കോപ്പ് ഇതല്ല എന്നുള്ളതും it gives immense opportunity എന്നുള്ളതും നമ്മൾ വേറൊരു എൻവയൺമെന്റിൽ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ എൻവയൺമെന്റിൽ എത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റിലോട്ട് നമ്മളും മാറും. വി ഓൾസോ വിൽ ബി കോമ്പറ്റീറ്റീവ്. വി ഓൾസോ വിൽ ബി ലൈക്ക് 2 PM എനിക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ട്, ആ സമയത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, ലൈബ്രറി പോകും, ഞാൻ ചെയ്യും. അത് ആ കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കവേഴ്സും ഉണ്ടാവും. പക്ഷെ ട്രസ്റ്റ് മീ, നമ്മളിപ്പോ വളരെ കംഫർട്ട് സോണിലാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സബ്ജക്റ്റിന്റെ സ്കോപ്പ് ഇതല്ല എന്ന് മനസ്സിലാക്കുക. പെർസ്യൂയിങ് സംതിങ് വിൽ ഓൾവേസ് ബി എ ഗ്രേറ്റ് തിങ്. പെർസ്യൂയിങ് സംതിങ് ഇൻ പ്ലേസ് ലൈക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി വുഡ് ഓൾവേസ് ബി എ ഗ്രേറ്റ് തിങ്. അത് അക്കാഡമിക് ബേസ് മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇസ് എ കൾച്ചറൽ സ്പേസസ്, cultural spaces. Again, from the POV of JNU, I can tell you, it's a place where you get immense freedom, that there is nobody to judge. നമ്മുടെ ഡ്രസ്സിങ്ങോ, നമ്മുടെ ബിഹേവിയറോ, the way we think, the way we speak, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണ്. എവറി ഐഡിയാസ് ആർ അക്സെപ്റ്റഡ്, every disagreements are accepted. I always say, if I wanted to have a tea or coffee at 2 AM, early morning 2 AM,
I would just go to Ganga Daba. Ganga Daba is a place where it has witnessed history. And the history witness ചെയ്തൊരു ഡാബയ Ganga Daba. You go at 2 a.m. Nobody to question you. You are well safe. You are so much protected, and you are having immense freedom. ആ രീതിയിലോട്ടുള്ള ഒരു കൾച്ചറൽ സംഭവം ഉണ്ടല്ലോ, that is also important, and that is going. അതുപോലുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ലൈഫ് ലോങ് എടുക്കാൻ പോകുന്ന, ലൈഫ് ലോങ് കൂടെ കൊണ്ടു നടക്കാൻ പോകുന്ന ഇങ്ങനെയുള്ള കുറെ അൺലേണിങ്സ് ആയിരിക്കും. ദാറ്റ് നമ്മൾ എപ്പോഴും പറയും, നമ്മളൊരു ബൈനറി ചിന്തയായിട്ട് പോകും, ലൈക്ക് ഇത് ശരി ഇത് തെറ്റ് എന്ന് പറയുന്ന ഒരു ചിന്തയായിട്ട് അവിടെ പോയി കഴിയുമ്പോൾ, അവിടെ ചെന്ന് കഴിയുമ്പോൾ വി ഓൾവേസ് accumulate ideas, we adopt ideas, we don't judge, we just leave, you know. ആ ഒരു സംഭവം, it's so important. That freedom is so nice. That freedom that gives you wings, I always tell. So apart from the academic environment, all central universities are way of life. All central universities, you keep aside all your studies. നിങ്ങൾ ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി, JNU പോലൊരു യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെങ്കിൽ, when you are 60 or 70 years old, you can tell your grandchildren, ഞാൻ JNU അലുമിനിയ എന്ന് പറയുന്നത് ഭയങ്കര പ്രസ്റ്റീജ്, ഭയങ്കര ബ്രാൻഡ് വാല്യൂ ആണ്. ബിക്കോസ് ഇന്ത്യയിലെ ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അവിടെ പഠിച്ചതായിരിക്കില്ല നിങ്ങൾ ഒരിക്കലും ഓർത്തിരിക്കുന്നത്. I am 2 years down, but everything that I leave today is ideas that I get living in JNU, because ഒരുപാട് അൺലേണിങ്സ് നടക്കും. നമ്മൾ വിചാരിച്ചിരുന്ന അല്ല ഇങ്ങനെയും ആകാം എന്ന് പറയുന്ന ഒരുപാട് ഡിസ്കഷൻസ്, ഒരുപാട് ഓപ്പൺ ടോക്സ്. അവിടുത്തെ കൾച്ചർ തന്നെ സോ ഡിഫറെന്റ്, യുനോ. ഇപ്പൊ നമ്മുടെ ഒരു ക്ലാസ്സിൽ, നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെമിനാർ എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യണം? ചീഫ് ഗസ്റ്റിനെ വിളിക്കണം, മൈക്ക് അറേഞ്ച് ചെയ്യണം, ഒരു സെമിനാർ ഹാളോ അങ്ങനെ ഏതെങ്കിലും ഒരു ഹാൾ ബുക്ക് ചെയ്യണം. അതെല്ലാം ഒരു ഫോർമൽ പ്രൊസീജിയർ അല്ലേ? ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ കുറെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ടാവും, 2 സ്പീക്കർ അപ്പുറം ഇപ്പുറം വെക്കും, ഒരു ചെയർ ഉണ്ടാവും, ഒരു മൈക്ക് ഉണ്ടാവും, പ്രൊഫസർ വരും, സംസാരിക്കും, കുട്ടികൾ നിലത്തിരുന്ന് കേൾക്കും. ദാറ്റ് ഇസ് എ കൾച്ചർ ദെയർ. Late night talks, 2 a.m. Like Central Universities never sleep, you know. Sleep culture ഇല്ല. 6 മണിക്ക് വീട്ടിൽ കിടന്ന് 4 മണിക്ക് ക്ലാസ് വിടും, അങ്ങനെയുള്ള കൾച്ചർ ഒന്നുമില്ല. It is an immense freedom you get there. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഫ്രീഡം അല്ല. ഒരു ഇന്റലക്ച്വൽ ഫ്രീഡം ഉണ്ടല്ലോ, തിങ്കിങ് ഫ്രീഡം ഉണ്ടല്ലോ, അണ്ടർസ്റ്റാൻഡിങ് ഫ്രീഡം ഉണ്ടല്ലോ, എവറിത്തിങ്. ദാറ്റ് ഇസ് ഇറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫോർമൽ പ്രൊസീജിയർ അല്ല ഒന്നും അവിടെ. അപ്പൊ നമ്മൾ നോക്കുമ്പം എന്താ പറയാ, പ്രഭാത് പട്നായിക്, നിങ്ങൾ എക്കണോമിക്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇൻതൂസിയാസ്റ്റ് ആണെങ്കിൽ പ്രഭാത് പട്നായിക്, ഇപ്പം ഗോഡ് ഓഫ് എക്കണോമിക്സ്, ഇന്ത്യയിലെ ഗോഡ് ഓഫ് എക്കണോമിക്സ് പ്രഭാത് പട്നായിക്. ഹീസ് എ വെൽ റിനോഡ്. അദ്ദേഹമൊക്കെ നമ്മുടെ നാട്ടിൽ വരുവാണെങ്കിൽ എത്ര സെക്യൂരിറ്റി ഉണ്ടാവും പുള്ളിയുടെ ക്ലാസ് കേൾക്കാൻ? ലൈക്ക് ഇറ്റ് വിൽ ബി സോ മച്ച്, നമ്മൾ ഒത്തിരി പേ ചെയ്യേണ്ടി വരും. it is going to be an absolute formal procedure. പുള്ളി ഒരു ചെയറൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് ലോകത്തെ എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരും. ദാറ്റ് ഇസ് എ കൾച്ചർ ഓഫ് ദാറ്റ്. ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. Okay, that's so beautiful. So these are the extracurricular activities and networking opportunities that you always have in there. And campus life എന്ന് പറയുമ്പം അത് അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് ആണല്ലോ. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പം ഈ ഇന്ത്യയിലുള്ളതും ഇപ്പം പുറത്തുള്ളതുമായ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. You will not be sharing rooms with someone from Kerala. You are going to be someone from Telangana. You're going to be someone from Delhi. ആ രീതിയിലായിരിക്കും. സോ നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഡിഫറെന്റ് കൺട്രീസ്, നമ്മൾ എന്താ പറയാ, ഡിഫറെന്റ് കൾച്ചേഴ്സുമായിട്ട് നമ്മൾ തന്നെ അങ്ങ് ചേരും. ബിക്കോസ് അവിടെ അങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അക്കാഡമിക് എൻവയൺമെന്റ് ആണ്. ബിക്കോസ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എപ്പോഴും ഉണ്ടാവും. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യത്തെയും പറ്റി അവിടെ ടോക്സ് ഉണ്ടാവും. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റിയും ടോക്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റിനെ പറ്റിയും, എന്ത് കാര്യങ്ങളെ പറ്റിയും, ഒരു പൊളിറ്റിക്കൽ അപ്രീവൽ ആയിക്കോട്ടെ, ഒരു ജെൻഡർ ബേസ്ഡ് ടോക്സ് ആയിക്കോട്ടെ, യു വിൽ സീ സോ മെനി ഓപ്പൺ ടോക്സ്. ഓക്കെ, നമുക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. സോഷ്യൽ ലൈഫ്, as I said before, you will have the best of Holi, you will have the best of Durga Puja, irrespective of the religion that you are in. മെമ്മറബിൾ ആയിട്ടുള്ള ഈവെന്റ്സ് എല്ലാം. കാരണം അവിടെ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ആഘോഷങ്ങളാണ്. ഇൻ ദ സെൻസ് ദാറ്റ് നമ്മളൊക്കെ ജീവിതത്തിൽ കേൾക്കാത്ത ആഘോഷങ്ങളെല്ലാം അവിടെ ആഘോഷങ്ങളാണ്. അവർക്ക് ഓണം ഒരു ആഘോഷമാണ്, ക്രിസ്മസും ആഘോഷമാണ്, ന്യൂ ഇയറും ആഘോഷമാണ്, നമ്മുടെ വിഷുവും ആഘോഷമാണ്. എവറിവെയർ എവറിത്തിങ് ഇസ് ആഘോഷമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. കാരണം എല്ലാവരുടെയും എല്ലാമാണല്ലോ. ഇൻ ദ സെൻസ് ദാറ്റ് വി ആർ ഓൾ കമ്മിങ് ഫ്രം ഡിഫറെന്റ് പ്ലേസ് ആൻഡ് വി ആർ ബീയിങ് ടുഗെദർ. സോ എവറിത്തിങ് ഇസ് എവറിബഡി. സോ എവറിബഡി എൻജോയ് എവറിത്തിങ്. അങ്ങനെ ഒരു ഇതാണ്.
infrastructure, as I said before, 24/7 Wi-Fi facilities, and as far as JNU is concerned, ഹെൽത്ത്, നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 yearsൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് അവിടെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. എവറിതിങ് വിൽ ബി ടേക്കൻ കെയർ ഓഫ് ബൈ ദ ഗവൺമെന്റ്. എവറിതിങ്, ഈവൻ മേജർ സർജറീസ് വിൽ ബി പ്രൊവൈഡഡ് ഇൻ എയിംസ് വിത്ത് നോ മണി. അണ്ടർസ്റ്റുഡ്? ആ രീതിയിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. നമ്മുടെ you don't have to provide anything for the health and all of it. You will be taken care of. As I said before, if you're ready to work hard, no, everything will be at your feet. Every resources, everything will be at your feet. Education will be in your hand and all amenities will be at your feet. Okay, so these are the ക്യാമ്പസ് ലൈഫ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. സോ എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ട എപ്പോഴും പഠിത്തം എന്ന് പറയുന്നൊരു സാധനം മാത്രമായിരിക്കും. ഒരിക്കലും അല്ല, അതുമല്ല. പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഇൻ ദ സെൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പൊതുവെ ഒരു അറ്റൻഡൻസ് കൾച്ചർ ഇല്ല. ഇൻ ദ സെൻസ് JNU and all, you don't have attendance. നമുക്ക് 75% അറ്റൻഡൻസ് ഒന്നും ആവശ്യമില്ല, പക്ഷെ ക്ലാസ്സിൽ 90% അറ്റൻഡൻസ് ഉണ്ടാവും. ഇൻ ദ സെൻസ് ദാറ്റ് 90% ആളുകളും ക്ലാസ് അറ്റൻഡ് ചെയ്യും. അവർക്കറിയാം ഞാനൊരു ക്ലാസ് കൂടിയില്ലെങ്കിൽ എനിക്ക് മാത്രമാണ് നഷ്ടം. കാരണം വലിയൊരു പ്രൊഫസറിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാകാത്തൊരു കോൺസെപ്റ്റ് ജീവിതകാലം മറക്കാത്തൊരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് that's so important. So you will be having a feeling that you are going to miss something more important. അതായിരിക്കും നമ്മുടെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ MA എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന മേജർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഇതൊക്കെയാണ്: JNU ഡൽഹി, IGIDR ഹൈദരാബാദ്, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് വാരണാസി. ഇതൊക്കെയാണ് മേജർ യൂണിവേഴ്സിറ്റീസ്. സെവറൽ അതർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. കേരളത്തിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. എവറിത്തിങ് ഇസ് ദേർ. ആൻഡ് ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു ഹിയർ? ദാറ്റ് ഇസ് എ തിങ്. ഇപ്പൊ MA എക്കണോമിക്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും, എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് മനസ്സിലായി കാണും. ഐ തിങ്ക് യു ആർ സോ മോട്ടിവേറ്റഡ് സോ ദാറ്റ് ഇന്നോട്ടിരുന്ന് പഠിച്ച് നിങ്ങൾ എല്ലാവരും CUT എഴുതി എങ്ങനെയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തും എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, ഐ ഡു ബിലീവ്. പിന്നെ ആസ് ഫാർ എസ് ഇപ്പൊ ഞാൻ JNU ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി എല്ലാ ഓറിയന്റേഷനും കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചേച്ചി JNU പൊളിറ്റിക്സ് അല്ലേ, അങ്ങനെ കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പൊതുവെ പൊളിറ്റിക്കൽ അപ്ഹീവൽസ് ഒത്തിരി ഉണ്ടാവില്ലേ. സത്യം പറയുകയാണെങ്കിൽ പൊളിറ്റിക്സ് നമ്മുടെ പുറകെ വരത്തില്ല, നമ്മൾ അങ്ങോട്ട് പോയാലേ ഉള്ളൂ. ഓക്കെ, നോ വൺ ഇസ് ഗോയിങ് ടു കം ആൻഡ് ടെൽ യു ജോയിൻ ഹിയർ, ജോയിൻ ദെയർ, ബങ്ക് ക്ലാസ്സസ്, കം ഗോ ഫോർ പ്രൊട്ടസ്റ്റ്, നത്തിങ്. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായിക്കോട്ടെ, ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇതിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ ഫ്ലറിഷ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡിയ ഉണ്ട്, ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്സ്, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയും ആ സമയം തന്നെ എനിക്ക് പൊളിറ്റിക്സിലൊന്നും താല്പര്യമില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, നിങ്ങൾ പൊളിറ്റിക്കലാണ്, അതാണ് നിങ്ങളുടെ വിശ്വാസം അതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പോകാനായിട്ടുള്ള ഈക്വൽ ഫ്രീഡം ഉണ്ട്. നോബഡി ഈസ് ഗോയിങ് ടു കം ബിഹൈൻഡ് യു ആൻഡ് ടെൽ ജോയിൻ ഹിയർ, നോബഡി ഈസ് ഗോയിങ് ടു ടെൽ ജോയിൻ ദെയർ. ഇറ്റ് ഈസ് അപ് ടു യു. ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്രീഡം അറ്റ് ഇറ്റ്സ് മോസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫൈനസ്റ്റ് ഫോം ആണ്. ഒപ്പീനിയൻസിലുള്ള ഫ്രീഡം, അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഫ്രീഡം, എവറിത്തിങ് ഇൻ എവറി സെൻസ് ആ രീതിയിലാണ്. നോബഡി ഈസ് ഗോയിങ് ടു ഐ ഗോട്ട് ലൈക്ക് ഇപ്പം ന്യൂസസിലൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കാം. എസ്പെഷ്യലി JNU ഒരു കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടാവും. എന്റെ വീട്ടിൽ തന്നെ ഇൻസിഡന്റ് ഉണ്ട് ദാറ്റ് മൈ മദർ കോൾഡ് JNU കറണ്ടില്ലേ ഇവിടെ വാർത്തയിൽ ഇത് എഴുതി കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ അത്ര പോപ്പുലർ ആയ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണമെന്ന് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിതെല്ലാം JNUവിനെ പറ്റി പറയുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇപ്പം I have seen students from Hyderabad and Pondicherry coming to get the lectures of professors in JNU because it is the best place to be in. Okay, it is the best place. നിങ്ങളുടെ എയിം അതേപോലുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹൈദരാബാദ് ആൻഡ് പോണ്ടിച്ചേരി, they are also the top എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. സോ ഈ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ഒരുപാട് വാർത്തകൾ പുറത്തു വരുമ്പോഴും നമ്മുടെ സ്റ്റഡീസിന് അത് ഒരിക്കലും എഫക്ട് ചെയ്യാറില്ല. പ്രൊഫസേഴ്സ് എപ്പോഴും ക്ലാസ് എടുക്കും, സ്ട്രിക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്ത് എല്ലാ അവറിലും ക്ലാസ്സസ് ഉള്ളതായിരിക്കും. JNUവിൽ അങ്ങനെ JNUവിൽ ക്ലാസ്സസ് ഇല്ല എന്ന് പറയുന്ന ഒരു വാർത്തകളുണ്ട്. ദാറ്റ് ഇസ് നോട്ട് ദെയർ. JNUവിൽ ക്ലാസ്സസ് ഉണ്ട്, അറ്റൻഡൻസ് ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല, പക്ഷെ ക്ലാസ്സിൽ 90% കുട്ടികളും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. പിന്നെ JNUവിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് ടീച്ചേഴ്സ് ഇട്ടുകൊള്ളു. 3 പേജ് എഴുതിയാലും മതി, 3 പേജിൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടാൽ മതി. 3 മണിക്കൂർ സമയം ഉണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് വേണ്ട സമോസ, ചായ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഫസേഴ്സ് സ്വന്തം കാശിന് നമുക്ക് മേടിച്ചു തരും. നമ്മൾ കഴിക്കുക, പരീക്ഷ എഴുതുക, ഒരുവിധം നല്ല മാർക്ക് അവർ ഇട്ട് തരുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ല, അവരവിടെ തോൽപ്പിക്കുന്ന ഒരു സംഭവം ഇല്ല. പക്ഷെ എന്നാൽ
ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ എന്തേലും ഉഴപ്പിയേനെ, പക്ഷെ നമ്മൾ അവിടെ ആയി കഴിയുമ്പോൾ ആ എൻവയൺമെന്റ് സച്ച് എ വേ ദാറ്റ് നമ്മൾ അത് ബെസ്റ്റ് വേയിൽ യൂട്ടിലൈസ് ചെയ്യുകയുള്ളൂ എല്ലാവരും തന്നെ. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ ഹൗ ടു റീച്ച്, നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET എഴുതിയിട്ടാണ് മേജർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ട് നമ്മൾ എത്തുന്നത്. ഓക്കെ, എലിജിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബാച്ചുലേഴ്സ് ഡിഗ്രി ഉണ്ടാവണം, ഒരു മിനിമം പെർസെന്റേജ് മാർക്ക്, ഓരോ യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഒരു 50% മാർക്ക് കാറ്റഗറി വൈസ് റിസർവേഷൻ ഉണ്ടാവും, ഇത്ര ശതമാനം മതിയാവും എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനും ചില കാറ്റഗറീസിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന്റെ ഇത്. പിന്നെ ഞാനിതിന്റെ കോച്ചിങ്ങിന് പോകണം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. മനസ്സിലാക്കുക, ഇത് ഇപ്പൊ ഡിസംബർ ആകുന്നു, യു ആർ ഇൻ ദ റൈറ്റ് ടൈം. ഓക്കെ, നിങ്ങൾ ഒരു CUET എക്സാം എയിം ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ, ആൻഡ് ഇഫ് യു ആർ സോ ഇൻസ്പയർഡ് ആഫ്റ്റർ ഹിയറിംഗ് മൈ ഓറിയന്റേഷൻ ടു ജോയിൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓർ എൽസ് ഓൾസോ യു ഷുഡ് ബി, ഇപ്പൊ ഞാൻ പറയുന്നത് പോലെയല്ല, ഇറ്റ് ഇസ് സോ ഡിഫറെന്റ്, ഓരോ ആൾക്കാർക്ക് ഓരോ ലെസൺ ആണത്. ഓക്കെ, സോ ആൻഡ് ഇഫ് യു വാണ്ടഡ് ടു join a central university, you are in the right time because you got an easy 4 months in your hand. Okay, ഈ സമയം നിങ്ങൾ ഒരു സിലബസ് എടുത്ത് നോക്കി മൊത്തം വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കി ഇതിൽ നിന്ന് എങ്ങനെ പഠിക്കാമെന്ന് പറയുന്ന ഒരു ചിന്തയിലോട്ട് പോകാനാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് പറയുന്നു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പം CUET PG എക്കണോമിക്സിന്റെ സിലബസ് എടുത്ത് വായിക്കുന്നു, അതിനകത്ത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയത്തില്ലാത്തതായിരിക്കും. ഓക്കെ, പക്ഷെ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ട് പോകാമെന്ന് പറയുകയാണെങ്കിൽ എല്ലാം വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. കാരണം ചില കാര്യങ്ങൾ എല്ലാ വർഷവും റിപ്പീറ്റഡും, ചില കാര്യങ്ങൾ അവർ ചോദിക്കാറുമില്ല, എന്നാൽ ഇതിനകത്തില്ലാത്ത പല കാര്യങ്ങളും അവർ ചോദിക്കാറുമുണ്ട്. ഓക്കെ, സോ ഒരു കോച്ചിങ് എടുക്കുന്നതിലൂടെ വാട്ട് ഗുണം എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസ് എല്ലാം 4 വർഷമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് തരുന്ന ഒരു ടൈലർ മെയ്ഡ് ഷോർട്ട് കട്ടാ. പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അവർ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തു തരും, ഇത് ഓരോ പ്രാവശ്യം ഓരോ രീതിയിൽ ചോദിച്ച ചോദ്യമാണ് എന്നുള്ളത്. ഓക്കെ, സോ ആ രീതിയിൽ ഒരു കോച്ചിങ് എടുക്കുന്ന എങ്ങോട്ട് എഫക്റ്റീവ് ആണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആയിരിക്കില്ല, ഇൻ ദ സെൻസ് നിങ്ങൾ ഇനി ഒരു തറവ് റിസർച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഏത് പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്, ഏത് പോയിന്റ് അല്ല ഇമ്പോർട്ടന്റ്, ഇതിനപ്പുറം നമ്മൾ എന്ത് പഠിച്ചിരിക്കണം എന്നുള്ളത്. ആസ് ഫാർ ആസ് എക്കണോമിക്സ് ഇസ് കൺസേൺഡ്, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ 2 വർഷം മാത്തമാറ്റിക്കലി അവർ കൂടുതലായിട്ട് ചോദിക്കുകയും, കഴിഞ്ഞ ഒരു വർഷം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സ്കീംസിനെ പറ്റി, നമ്മുടെ എക്കോണമിയിൽ ഇപ്പോഴുള്ള പ്രസന്റ് സ്കീംസ്, അതിന്റെ ബഡ്ജറ്റ് ഔട്ട്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടിക്കൽ വേസിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇതെല്ലാം ഒരു കോച്ചിങ് എടുക്കുമ്പോൾ നിങ്ങളെല്ലാം മിസ് ഔട്ട് ചെയ്യുന്ന പോയിന്റ്, ടൈലർ മെയ്ഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീപ്പ് അനാലിസിസ്, നിങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ഫാക്കൾട്ടീസും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിച്ച് തന്നെ വന്ന് കുറെ നാളായിട്ട് കോച്ചിങ് എക്സ്പീരിയൻസ് എടുത്ത്, നമ്മുടെ ഇവിടെ നിന്ന് തന്നെ കുറെ കുട്ടികൾ ഇപ്പോൾ പോണ്ടിച്ചേരി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, കേരള, ആ രീതിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുമുണ്ട്. സോ യു ഗെറ്റ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ടൈലർ മെയ്ഡ് സാധനം നിങ്ങൾക്ക് തരും. ജസ്റ്റ് യു ഹാവ് ടു സിറ്റ് ആൻഡ് ലേൺ. അതാണ് ഒരു കോച്ചിങ് എടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാണ്. 3 months ഈസ് എ ബ്യൂട്ടിഫുൾ ടൈം യു വിൽ ഹാവ്, ബിക്കോസ് നിങ്ങൾക്ക് ഒരു ഇപ്പം ഓൾറെഡി നിങ്ങളിൽ ഇപ്പം ഒരു കോച്ചിങ് എടുക്കുന്നതിലൂടെ മെറ്റീരിയൽസ് ഉണ്ടാവും, അത് റിവൈസ് ചെയ്യുക. ഒന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല, വളരെ ചെറിയ പോർഷൻസ് നിങ്ങൾ ന്യൂ ആയിട്ട് പഠിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചത് എക്സാം POVയിൽ നിന്നും പെർസ്പെക്റ്റീവിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുകയാണെങ്കിൽ, ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് CUET എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ എക്സാം ആണ്. ഇറ്റ്സ് എൻ ഓൾ ഇന്ത്യ എക്സാം. ഇപ്പൊ നീറ്റ് എഴുതുന്ന ഒരു ഓൾ ഇന്ത്യ എക്സാം എഴുതാണ്, JEE ഒരു ഓൾ ഇന്ത്യ എക്സാം ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ CUET PG എക്കണോമിക്സ് എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എൻട്രൻസ് എക്സാം ആണ്. ഓക്കെ, സോ വെരി കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഇറ്റ്സ് റിയലി കോമ്പറ്റീറ്റീവ്. എക്കണോമിക്സ് പഠിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ? കേരളത്തിൽ എത്ര കോളേജുകളിൽ എക്കണോമിക്സ് ഉണ്ട്? മിനിമം ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് 2000 പിള്ളേരിൽ നിന്നായിരിക്കും, റൈറ്റ്? നോ, കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി. അപ്പം എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേരളത്തിൽ? കോളേജ് ഓട്ടോണമസ് ആയിട്ടുള്ള വേറെ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ മൊത്തം എത്ര കോളേജസിൽ എക്കണോമിക്സ് ബാച്ചിലേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും? സോ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി 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 കോമ്പറ്റീറ്റീവ്. നമ്മൾ ഒരു കോച്ചിങ് എടുക്കുമ്പോൾ നമുക്കെന്ന് പറയുകയാണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഓൾറെഡി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യുക. ഒരു മിനി കോമ്പറ്റീറ്റീവ് ഫ്രെയിം അനലൈസ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ പാറ്റേണിൽ നിങ്ങൾ ഈ എക്സാമിനെ മോക്ക് ചെയ്ത് നിങ്ങൾ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡെഫിനറ്റ്ലി ഈസിയർ.
when you're going to attempt CUET. That is the most important thing. ആ രീതിയിലുള്ള ഒരു പെർഫെക്ഷനിസം ഉണ്ടല്ലോ, ഒരു വേ ഓഫ് അറ്റൻഡിങ് ഉണ്ടല്ലോ, ഇൻക്രീസിങ് സ്പീഡ് ഉണ്ടല്ലോ. ബിക്കോസ് നിങ്ങൾക്ക് ഇന്ന അലോട്ടഡ് ടൈമിൽ ചിലപ്പോൾ മാത്തമാറ്റിക്കലൊക്കെ ആണെങ്കിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് കുറെ അധികം ടൈം എടുക്കും. സോ ഈ രീതിയിൽ ഒരു CUET പാലറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം പാലറ്റിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങളെ തന്നെ റിഫൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പോൾ യു ആർ ഗോയിങ് ടു ബി ഈക്വലി കോമ്പറ്റീറ്റീവ് ആസ് എ ടോപ്പ് സ്റ്റുഡൻസ് ഓഫ് ദ കൺട്രി, റൈറ്റ്? ആ ഒരു കോമ്പറ്റീഷൻ സെറ്റ് ചെയ്യുന്നത് ഇസ് ഓൾവേസ് ഗുഡ്. അതിന്റെ ഒരു കോമ്പറ്റീഷൻ അറ്റ്മോസ്ഫിയർ ഇപ്പോഴേ ഉണ്ടാവുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് പോയിന്റ്സ് ക്ലിയർ അല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ വി ആർ ഹാവിംഗ് 24/7 തിങ്, 24/7 networking. That is so important of this family also, because I've got students asking me, ഇപ്പൊ ഞാൻ 2 വർഷം മുന്നേ പഠിപ്പിച്ച സ്റ്റുഡൻസ് എന്നെ വിളിച്ച് ചേച്ചി ഈ പ്രോജക്ട് എങ്ങനെയാ അതെങ്ങനെയാ, ഇതെല്ലാം ഒരു നെറ്റ്വർക്കിംഗ്, നമ്മളെല്ലാം ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ദാറ്റ് നെറ്റ്വർക്കിംഗ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് നാളെ ആരെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി JNU ഇതിനകത്തുനിന്ന് ക്രാക്ക് ചെയ്ത് പോകുമ്പോൾ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു to everything that you have. അതേപോലെ തന്നെ we have got students in Pondicherry, we have got students in Hyderabad. ഇതെല്ലാം ഒരു നെറ്റ്വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ തന്നെ നാളെ ക്ലാസ്മേറ്റ്സ് ആയിട്ടിരിക്കേണ്ട ആളുകളായിരിക്കും അല്ലേ? സോ ദാറ്റ് ഇസ് ഓൾസോ സോ ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഇസ്, ഐ ഹോപ്പ് ദ സെഷൻ വാസ് സോ ഗുഡ് ടു യു. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ദ സെഷൻ വാസ് മോട്ടിവേറ്റിംഗ് ഇനഫ് സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു പെർസ്യൂ യുവർ കരിയർ or future studies in central universities of the country. Okay, ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. മൈക്ക് ഓൺ ചെയ്തല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാം. ഹലോ, എനിവൺ? ഇപ്പോ ഈ JNU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പുറത്തു പോയി റിസർച്ച് അല്ലെങ്കിൽ ഇപ്പോ ഔട്ട്സൈഡ് കൺട്രീസിൽ പോയി റിസർച്ച് ചെയ്യാനുള്ള അതിന്റെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് അതെങ്ങനെയാണ്? എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടത്. എക്സാക്ട്ലി. ഇപ്പോ JNU പോലെ യൂണിവേഴ്സിറ്റീസിനകത്താണെങ്കിൽ നമ്മൾ ഈ സെമസ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്റർ ഫോറിനിൽ പോയി ടോപ്പ് റിനോഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ PhD പോലൊരു സാധനമാണ് എടുക്കുന്നത് എങ്കിൽ, ഇപ്പൊ റിസർച്ച് ചെയ്യാനാണെങ്കിൽ നമ്മുടെ റിസർച്ച് പേപ്പർ ആണ് എപ്പോഴും ഒരു ബേസ് ലൈൻ. നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു റൈറ്റിംഗ് ആണ് എപ്പോഴും നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നന്ദു ചേട്ടൻ, ഹി ഈസ് ഡൂയിങ് ഹിസ് PhD ഇൻ ഇറ്റലി. അതേപോലുള്ള യൂണിവേഴ്സിറ്റീസിനകത്ത് ബേസ് ലൈൻ എന്ന് പറയുവാണെങ്കിൽ ഒന്ന് നമ്മുടെ CGPA, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ SOP എന്ന് പറയും. ഓക്കെ, ഈ രീതിയിലോട്ട് JNU പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് നമുക്കൊരു SOP പ്രിപ്പയർ ചെയ്ത് തരുവാണെങ്കിൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ വേൾഡിൽ നമുക്ക് എന്തായാലും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. അതാണ് നെറ്റ്വർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഒരാള് ഒരു വലിയ റിനോഡ് അല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുന്നതിനേക്കാളും നമ്മുടെ റിസർച്ച് പേപ്പറിനകത്ത് നമ്മൾ ബെസ്റ്റ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മളെ ബാക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫസേഴ്സ് ആയിരിക്കും. അവർ നമ്മളെ ബാക്കപ്പ് ചെയ്ത് അവർ നമ്മളെ കുറിച്ച് ഒരു സെന്റൻസ് നല്ല രീതിയിൽ എഴുതി സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിൽ എഴുതി തരുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് എൻ അഡ്വാൻറ്റേജ്. ആ രീതിയിലോട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്തും അണ്ടർസ്റ്റാൻഡിങ്ങും ഗ്ലോബൽ അലുമിനി നെറ്റ്വർക്ക് വഴി നമുക്ക് കിട്ടുന്നതുമാണ്. 2 ഇയർ എഡ്യൂക്കേഷൻ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ നിന്ന് 1 രൂപ അങ്ങ് പോയിട്ടില്ല. സത്യം പറയാലോ, എനിക്ക് സ്കോളർഷിപ്സ്, എല്ലാവർക്കും സ്കോളർഷിപ്സ് ഉണ്ടാവും. വി ഷുഡ് ഹാവ് എ മിനിമം CGPA. ഡൽഹി പോലൊരു സ്ഥലത്ത് ഐ ഹാവ് മാനേജ് ടു മേക്ക് മൈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഈവൻ വിത്ത് ദ സ്കോളർഷിപ്പ് ദാറ്റ് ഐ യൂസ് ടു ഗെറ്റ്. ഞാൻ അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടാത്തപ്പം ബിരിയാണി, KFC അതെല്ലാം തന്നെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഡോണ്ട് വറി, ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ നിലനിൽപ്പ് തന്നെ ഈസ് ടു പ്രൊവൈഡ് യു അഫോർഡബിൾ എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഫീസ് എന്ന് പറയുവാണെങ്കിൽ ഈ MCM എന്നൊക്കെ പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മാസം 2000 രൂപ. അപ്പം ഒരു സെമസ്റ്ററിൽ ഒരു 5 months 6 months ആകുമ്പോൾ ഒരു 12,000 rupees നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ വരും. അതിനകത്തുനിന്ന് ഒരു 4,000 5,000 ഒക്കെയാണ് നമ്മുടെ മെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതല്ലാതെ വേറെ പലതരം സ്കോളർഷിപ്സും ഉണ്ട്. സോ ഇപ്പോ MCM കൂട്ടാനായിട്ടുള്ള എന്താ പറയാ, അതൊരു 6,000 ഒക്കെ പെർ മന്തിലോട്ടൊക്കെ വരിക എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടുള്ള ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. JNUല് CUBTയിൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് വേണം. JNUലത്തെ ലൈക് CUBTയിൽ നമ്മൾ ടോപ്പ്, ഇത് ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് തന്നെ അപ്പൊ ഔട്ട് ഓഫ് 75 എത്ര മാർക്കിലാണോ അതിനകത്തെ ഒരു
top 10% മാർക്ക് വേണം. ബട്ട് JNU will have a 90 to 100 seats. JNU CESP എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. പിന്നെ JNU ലൈക്ക് 2 വിങ്സ്, ഒന്ന് സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസും പിന്നെ ഒന്ന് ഇന്റർനാഷണൽ എക്കണോമിക്സ്. ഇന്റർനാഷണൽ എക്കണോമിക്സിനകത്ത് നമുക്ക് നമ്മുടെ ബാച്ചുലേഴ്സ് എക്കണോമിക്സ് തന്നെ മതിയായിരിക്കും, പക്ഷെ അത് ഹൈലി മാത്തമാറ്റിക്കൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ അവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ, മോശം പറയല്ല, കുറെ കുട്ടികൾ മിക്കവരും ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ്. കാരണം അത് ഹൈലി മാത്തമാറ്റിക്കൽ ആണ്. നമുക്ക് അത്ര മാത്സ് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി പ്രിപ്പയറിംഗ് ഫോർ സെന്റർ ഫോർ എക്കണോമിക് സ്റ്റഡീസ് ആൻഡ് പ്ലാനിംഗ്. ഇന്റർനാഷണലിന്റെ ആ വിങ്ങിലായിരിക്കില്ല മിക്കവരും അഡ്മിഷൻ എടുക്കുന്നത്. വിൽ ബി ഏബിൾ ടു, നമുക്കൊരു ടോപ്പ് മാർക്ക് വേണം. ടു ബി ഇൻ JNU യു വിൽ ഹാവ് ടു ഹാവ് എ ടോപ്പ് മാർക്ക് ഇൻ CUET. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? Any other doubts? ഹലോ, പറഞ്ഞോ. ഈ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് അല്ല ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു സിലബസിന്റെ പാർട്ടായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. അപ്പം അതിൽ എന്തൊക്കെ റെഫർ ചെയ്യേണ്ടി വരും? നമുക്ക് റെഫറൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫസേഴ്സിന്റെ തന്നെ പേപ്പേഴ്സ് ആയിരിക്കും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൾച്ചർ ഇല്ല. വി ആർ നോട്ട് ഗോയിങ് ടു ഹാവ് ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് ഒരു നോട്ട്ബുക്കും പേന ഐപാഡോ ഫോണോ എടുത്ത് ക്ലാസ്സിൽ പോയാൽ മതി. നമുക്ക് അവിടെ ഒരു അങ്ങനെയുള്ള കൾച്ചർ ഇല്ല. ഒരു ബുക്ക് ലൈക് വി ഡോണ്ട് ഹാവ് ടു ഹാരി ഇനഫ് ബുക്സ് ആൻഡ് ഓൾ. അവർ നമുക്ക് പേപ്പർ തരും, റിസർച്ച് പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ തെണ്ടുൽക്കർ കമ്മിറ്റിയെ പറ്റിയാണെങ്കിലും സുജോയ് ചക്രബർത്തി എന്ന് പറയുന്ന പ്രൊഫസർ അതിനകത്ത് പാട്ടായിരുന്ന ഒരാളായിരുന്നു. പുള്ളി എഴുതിയേക്കുന്ന പുള്ളിയുടെ റിസർച്ച് ആർട്ടിക്കിൾ നമുക്ക് തരും. അതല്ലെങ്കിൽ പുള്ളി റെഫർ ചെയ്ത റിസർച്ച് ആർട്ടിക്കിൾസ് നമുക്ക് തരും. ആ റിസർച്ച് ആർട്ടിക്കിൾസ് വായിച്ചിട്ട് അതിനകത്തുള്ള ഇൻസൈറ്റ്സ് ആയിരിക്കും നമുക്ക് എന്ത് മനസ്സിലായെന്നുള്ളതായിരിക്കും നമ്മൾ എക്സാംസിൽ എഴുതേണ്ടത്. അങ്ങനെയായിരിക്കും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പോവേർട്ടി, അങ്ങനെ രീതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ 5 year പ്ലാൻസ്, ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ അഡ്വെന്റ് ഓഫ് റെയിൽവേസ്, ആ രീതിയിലുള്ള ടോപ്പിക്സ് ആയിരിക്കും. പക്ഷെ വി നോട്ട് ഹാവിങ് എ പ്രോപ്പർ ടെക്സ്റ്റ് ബുക്ക് കൾച്ചർ ആയിരിക്കില്ല. റിസർച്ച് പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് തരിക. നമ്മൾ അത് വായിച്ചിട്ട് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും എഴുതിയേക്കേണ്ടത്. അങ്ങനെയാണ് പൊതുവെ എക്കണോമിക്സിലെ ടോപ്പിക്സ് എല്ലാം ഡീൽ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡെയിലി ഒരു 2 hours നിങ്ങൾക്ക് മാറ്റിവെക്കാമുണ്ടെങ്കിൽ ഫോർ ഷുവർ. ദ സെൻസ് ദാറ്റ് ഇപ്പം ഒരു കോച്ചിങ് കഴിഞ്ഞിട്ട് ഒരു 1 hour എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളതൊന്ന് നോക്കി സാറ്റർഡേ സൺഡേ ഒരു രീതിയിൽ നിങ്ങൾ മോക്കൊക്കെ ചെയ്ത് ആ രീതിയിലൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ്. ബിക്കോസ് നമ്മൾ ന്യൂ ആയി പഠിക്കുന്നത് ജസ്റ്റ് 1%. നമ്മൾ പുതിയതായിട്ട് ഈ എക്കണോമിക് സിലബസ് നമ്മൾ കവർ ചെയ്യാത്തെന്ന് പറയുകയാണെങ്കിൽ 2-3 ഗ്രോത്ത് മോഡൽസും പിന്നെ ഇപ്പോൾ എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1% ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഈ 3 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് എംഫസൈസ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു CUET പെർസ്പെക്റ്റീവിൽ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് അല്ല, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല, ആ രീതിയിലല്ല. സോ നിങ്ങൾ പഠിപ്പിച്ച കാര്യം ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുകയും അത് CUET പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ് നമ്മുടെ കോച്ചിങ്ങിലൂടെ വരുന്നത്. സോ എല്ലാ ദിവസവും സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു 1 hour അതൊന്ന് ബ്രഷപ്പ് ചെയ്ത് എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഒന്ന് നോക്കുവാണെങ്കിൽ ഓൾ ഷുവർ അത്രയും ആ ഒരു എഫേർട്ട് മതിയാവും. ഈ കോച്ചിങ് ആരാണ് ലൈക്ക് തരുന്നത്? കോച്ചിങ് എഡെക്സി പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് ആണ്. ഇവിടെ നമുക്ക് എല്ലാ സബ്ജക്ട്സിലും ലൈക്ക് മൈക്രോ മാക്രോ ഓരോ ആൾക്കാരും ഡിഫറെന്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാവും, എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടാവും. ആൻഡ് ദെൻ എവറി സൺഡേ യു വിൽ ഹാവ് എ മോക്ക് ടെസ്റ്റ്. ആ ഒരാഴ്ചത്തെ ഇത് വെച്ചിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും. മീൻസ് PYQ ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ഉത്തരം ആയിരിക്കില്ല, അതിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ടാവും. ക്ലാസ്സസിന്റെ ഇടയ്ക്ക് തന്നെ PYQ ക്വസ്റ്റ്യൻ ബേസ്ഡ് പേപ്പേഴ്സിലായിരിക്കും നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതും അതിന്റെ ബേസിസിലായിരിക്കും. ഓരോ സബ്ജക്ട്സിനും ഓരോ ഫാക്കൽറ്റീസും ആയിരിക്കും. ലൈവ് ക്ലാസ് ആണ് കേട്ടോ. ലൈവ് ക്ലാസ് ആയിരിക്കും. എവറി ഡേ യു വിൽ ഹാവ് ഫ്രം 7:30 to 9. അതിനകത്ത് എല്ലാ ദിവസവും ക്ലാസ്സസ് കഴിഞ്ഞും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന്റെ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും. പിന്നെ ലൈക്ക് 25 ക്വസ്റ്റ്യൻസ് പെർ സെക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. മെറ്റീരിയൽസ് എല്ലാം ഈ PPT എല്ലാം നിങ്ങൾക്ക് ഇൻ ഹാൻഡ് നിങ്ങൾക്ക് ആപ്പില് ഡ്രൈവിൽ ഐ തിങ്ക് ആപ്പില് കിട്ടും. ആൻഡ് ദെൻ ആപ്പിൽ നമുക്ക് ലഭിക്കും. ആൻഡ് ദെൻ യു വിൽ ഹാവ് എ മോക്ക് ടെസ്റ്റ്.
നിങ്ങൾ ഇതൊരു ബേസിക്കലി നിങ്ങളിതൊരു അയ്യോ ഇനി കോച്ചിങ്ങിന് കയറണം ഇത് ചെയ്യണം എന്നൊന്നുമില്ല. ഇൻ ദ സെൻസ് ദാറ്റ് ഇതെല്ലാം ഒരു ബ്രഷിംഗ് അപ്പാ, ഒന്നും ന്യൂ അല്ല. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചത് നിങ്ങൾ ഇപ്പൊ മറന്നു പോയിട്ടുണ്ടാവും, ബിക്കോസ് നിങ്ങൾ 6th സെമസ്റ്ററിലായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു ബ്രഷ് അപ്പാ. സോ 1 hour കയറുക, എല്ലാം ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുക. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കോച്ചിങ്ങിനെ കാണുക. കോച്ചിങ് ഒരു പഠിത്തമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് റിവൈസിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രഷിംഗ് അപ്പ് കോൺസെപ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇതൊരു CUVT ആസ്പെക്റ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടെന്നുള്ള ഒരു ടൈലർ മെയ്ഡ് സാധനമാണ് ഒരു കോച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഫൺ, ഇറ്റ്സ് റിയലി ഗോയിങ് ടു ബി ഫൺ. യൂഷ്വലി ഇപ്പം എല്ലാം നോർമൽ പാറ്റേണിലോട്ട് വന്നതുകൊണ്ടാണ് മാർച്ച് ഏപ്രിൽ സമയത്തായിരിക്കും ഡെഫിനറ്റ്ലി CUVT എക്സാം. ഹോസ്റ്റൽ ഫീ എങ്ങനെയാ? ഇപ്പൊ JNU ആസ് ഫാർ ആസ് കൺസേൺ നമുക്ക് റെന്റ് എന്നൊക്കെ പറയുന്നത് 60 രൂപ ഫോർ എ സെമസ്റ്റർ, 60 രൂപ ഫോർ എ സെമസ്റ്റർ. ഫുഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് 3000 to 4000 rupees ആയിരിക്കും മന്ത്ലി വരുന്നത്, ഇൻക്ലൂഡിങ് നോൺ വെജ്. യു വിൽ ഹാവ് 3 days നോൺ വെജ്. പിന്നെ ഡൽഹിയിലെ ഒരു ബഡാഖാന കാണും ഒരു മന്തിൽ. യു വിൽ ഹാവ് എവറിത്തിങ് അണ്ടർ ദ സൺ ഇൻ എ ബഡാഖാന. പക്ഷെ ഈ ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇറ്റ് ഈസ് ആക്ച്വലി റിയലി അഫോർഡബിൾ. പിന്നെ റൂം ഷെയറിംഗ് ആയിരിക്കും, 2 people ആയിരിക്കും നമുക്ക് ഒരു റൂമിൽ ഉണ്ടാവുക. അതെല്ലാം CUVT മാർക്ക് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് JNU അഡ്മിഷൻ കിട്ടുമല്ലോ, അതനുസരിച്ചായിരിക്കും നമുക്ക് ഹോസ്റ്റൽസിലോട്ടുള്ള അലോട്ട്മെന്റ്. എല്ലാവർക്കും തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഡെഫിനറ്റ്ലി കിട്ടും. ഇനിഷ്യലി ഹോസ്റ്റൽസ് കിട്ടില്ലെങ്കിലും JNU തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡോമെട്രിയിലായിരിക്കും നമ്മൾ. ഡോമെട്രി എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ റൂമിൽ കുറെ പിള്ളേർ കാണും. ബട്ട് നമ്മുടെ ഫെസിലിറ്റീസ് നമുക്ക് അവിടെ തന്നെ എല്ലാ ഹോസ്റ്റൽസിലും ജിം ഉണ്ടാവും, എല്ലാ ഹോസ്റ്റൽസിലും സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാവും. എവറിത്തിങ് വിൽ ഡെഫിനറ്റ്ലി ബി ദെയർ. റൂംസ് അലോട്ട് ചെയ്യുന്നത് 2 സ്റ്റുഡൻസ് ആയിരിക്കും. അത് നമുക്ക് JNU തന്നെ അലോട്ട് ചെയ്ത് തരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നമ്മുടെ റൂമിൽ. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഡെഫിനറ്റ്ലി കംപ്ലൈൻസ് ഒക്കെ റേസ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് കുറെ അധികം സ്കോളർഷിപ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു ഇതല്ല. ഞങ്ങളിപ്പോ 7-8 മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ എന്റെ ബാച്ചിൽ. ഞങ്ങൾ ആരും തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നോ റാഗിങ് ആൻഡ് ഓൾ. യു കനോട്ട് റാഗ് ഇൻ ദ സെൻസ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ ഇവിടുന്ന് ഒരു ആന്റി റാഗിങ് അഫിഡവിറ്റ് നമ്മൾ തന്നെ നോട്ടറി പോയി അറ്റസ്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കണം. നമ്മൾ ആരും റാഗ് ചെയ്തില്ല, അവിടെയുള്ള ആൾക്കാർ ആരും തന്നെ റാഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ആൻഡ് നമ്മുടെ നാട്ടിലെ പോലെ അല്ല. നമ്മുടെ നാട്ടിലെ ഒരു സീനിയർ ജൂനിയർ ഒരു പേടി ഭയഭക്തി ബഹുമാനം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ എല്ലാം സ്റ്റുഡൻസ്, എല്ലാവരും എഡ്യൂക്കേഷൻ വരുന്നവരാ, എല്ലാവരും നോളജ് സീക്കേഴ്സാ. അതായത് ജൂനിയർ സീനിയർ ആ ഡിഫറൻസ് ഒന്നുമില്ല. ലാംഗ്വേജ് പ്രശ്നമോടെ നോ, ഡെഫിനറ്റ്ലി ടീച്ചിങ് നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും. പ്രൊഫസേഴ്സ് വിൽ ബി ഡെഫിനറ്റ്ലി ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ് ഉള്ളി. ഓക്കെ, സോ മെനി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ ഇംഗ്ലീഷ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. നമുക്കൊരു നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി. എന്ന് വെച്ചാൽ ഫ്ലുവന്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ബിക്കോസ് ബേസിക്കലി ഐ ഫെൽറ്റ് ലൈക്ക് കേരളത്തിലുള്ള സ്റ്റുഡൻസ് കുറച്ചും കൂടെ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് എന്ന്, മോർ ദാൻ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഓൾ ഓഫ് ദറ്റ്. നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പാർട്ട് ടൈം ജോബ് ഡൽഹി, ആസ് ഫാർ ആസ് ഡൽഹി ഈസ് കൺസേൺഡ് അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് യുനോ അവിടെ എല്ലാം തന്നെ ജിഗ് വർക്കേഴ്സിന്റെ ഒരു പ്ലത്തോറ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ ഹോസ്റ്റൽ ഫുഡ് ബേസിക്കലി നൈസ് ഫുഡ് എന്ന് വെച്ചാൽ അങ്ങനെ അവർക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവർക്ക് ഇത് ഇപ്പം JNUവിലൊരു ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയാലും അതൊരു പത്രവാർത്തയാണ്. അപ്പൊ പിന്നെ ഹോസ്റ്റലിലെ ഫുഡിലൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ അതൊക്കെ വലിയ ഇഷ്യൂസ് ആക്കും. ബേസിക്കലി എല്ലാ ഹോസ്റ്റലിലെയും ഫുഡിന് അങ്ങനെ കംപ്ലൈൻസ് ഒന്നും വരാറില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അഫോർഡബിൾ ഡാബാസ് എല്ലായിടത്തും ഉണ്ട്. JNU ഹാസ് ദ ഡാബ കൾച്ചർ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്ക് പോയി ചായ കുടിക്കുന്ന മാഗി കഴിക്കുന്ന പരിപാടി. ബട്ട് എവറിവെയർ യു വിൽ ഹാവ് ഫൺ. നൈസ്. ഐ മീൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് കുറച്ച് എപ്പോഴും ഒരു പൊട്ടറ്റോ റൈസ് ആ സാധനം ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ വീൽ ഹാവ് നമുക്ക് ഒരു ക്യാൻറ്റീൻ ഉണ്ട്, ഒരു ഗോപാലൻ ചേട്ടന്റെ കട ഇസ് ദെയർ, മലയാളി ചേട്ടന്റെ കട ഇൻസൈഡ് JNU ക്യാമ്പസ്. വർഷങ്ങളായിട്ട് JNU ഒരു ചേട്ടന്റെ കടയിൽ പോയി നമുക്ക് ചോറും മീൻകറിയും എന്ത് വേണമെങ്കിലും കഴിക്കാം. മലയാളി ഫുഡ് വിൽ ഗെറ്റ്, ഡോണ്ട് വെറി. എവറിവെയർ മലയാളീസ് ആർ ദെയർ, സോ ഡോണ്ട് വെറി. നമുക്ക് അങ്ങനെ ഇപ്പൊ കുറെ ഫ്രണ്ട്സും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഐ നെവർ ഫെൽറ്റ് ഐ ഇൻ ഡൽഹി ബിക്കോസ് എല്ലാം മലയാളീസ് ആയിരുന്നു, എല്ലായിടത്തും മലയാളീസ് ആയിരുന്നു. സോ ഡോണ്ട് വെറി. ഡെഫിനറ്റ്ലി ഉണ്ടാവും. നമുക്ക് എക്സ്ട്രീം വിന്റർ സമയമാകുമ്പോൾ ജാനുവരിയിലൊക്കെ ആകുമ്പോഴത്തേക്കിനും 20 days നമുക്ക് ഓഫ് ഉണ്ടാവും. ആൻഡ് ദെൻ അവിടുത്തെ കരിക്കുലം എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇൻ ദ സെൻസ് ഇന്ന ഡേ ക്ലാസ് തുടങ്ങും, ഇന്ന ഡേ ക്ലാസ് അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച ലീവ്. ആൻഡ് ദെൻ എല്ലാ സെമസ്റ്ററും കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 2 months എക്സ്ക്ലൂസീവ് ലീവ് ആയിരിക്കും ആഫ്റ്റർ എവറി ഇയർ. ഇപ്പൊ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കിനും 2 months നമുക്ക് ലീവ് ഉണ്ടാവും. ഓരോ സെമസ്റ്ററും കഴിയുമ്പോഴത്തേക്കിനും ഒരു 1.5 മാസം ലീവ് ഉണ്ടാവും.
കാരണം സെമസ്റ്റർ അടുത്തതൊക്കെ രജിസ്ട്രേഷൻ കുറച്ച് പ്രോസസ് ആണ്. സെൻസ് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്ന കോഴ്സസ് അല്ലേ. അപ്പം മറ്റുള്ള ലൈക് സെന്റേഴ്സിൽ പോയി കോഴ്സസ് സെലക്ട് ചെയ്ത് അതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന അപ്പൊ ആ സമയമൊക്കെ നമുക്ക് ലീവ് ആയിരിക്കും. പിന്നെ വിന്ററിൽ നമുക്ക് ലീവ് ഉണ്ടാവും. സെൻസ് ഈ ജാനുവരി ഫെബ്രുവരി മാസമൊക്കെ 20 days 30 days ഒക്കെ ആ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ലീവ് ഉണ്ടാവും. ലീവും ഉണ്ടാവും ഡെഫിനറ്റ്ലി. സാറ്റർഡേ സൺഡേ ലീവാ. പിന്നെ നമുക്കൊരു 9 to 3 PM കൾച്ചർ ജനുവലില്ല. ഒരു പ്രൊഫസറിന്റെ ക്ലാസ് 12 മണി തൊട്ട് 1 മണി വരെയാണെങ്കിൽ നമുക്ക് ഇപ്പം കോഴ്സ് തുടങ്ങുമ്പോഴേ നമുക്ക് പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സസും ടൈം ടേബിളും ആ വർഷത്തേക്കിനുള്ളത് നമുക്ക് തരും. ഓക്കെ, ഇൻ ദ സെൻസ് അപ്പം നമുക്ക് ഇൻ ദ സെൻസ് ഇപ്പം ഒരു പ്രൊഫസറിന്റെ ക്ലാസ് ചില നേരം എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് ഒറ്റ ക്ലാസ് ഉണ്ടാവുള്ളൂ. 1 മണി തൊട്ട് 2 മണി വരെ 1 മണിക്കൂറായിരിക്കും ഒരു ക്ലാസ്. അപ്പൊ ആ ക്ലാസ്സിന് പോവുക, തിരിച്ചു വരിക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എല്ലാ ദിവസവും ഒരു 9 തൊട്ട് 3 മണി വരെ ക്ലാസ്സസ് ഉണ്ടാവില്ല. ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സസ് ഉണ്ടാവും. പക്ഷെ ആ ടൈം ടേബിളിൽ തന്നെ പ്രൊഫസേഴ്സിന് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ആയിരിക്കും. ചിലപ്പം ഒരു വെള്ളിയാഴ്ച 5 മണി തൊട്ട് 6 മണി വരെ ആയിരിക്കും ക്ലാസ്. അപ്പോൾ 5 മണി തൊട്ട് 6 മണി വരെ ക്ലാസ് ഇപ്പോൾ അത്ര നേരം ഞാൻ ഫ്രീ ആയിരിക്കും. അങ്ങനെയായിരിക്കും അവിടുത്തെ ക്ലാസ്സസ്. ആ ടൈം ടേബിളിൽ തന്നെ ക്ലാസ്സസ് പോകും. പക്ഷെ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 9 to 3 5 അങ്ങനെയുള്ള പരിപാടിയില്ല. പിന്നെ ആഫ്റ്റർ എക്സാം നോ ഇന്റർവ്യൂ എന്നോ. വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ക്ലാസ്സസിനകത്ത് ഇപ്പൊ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രൊഫസേഴ്സിന്റെ തന്നെ എക്സ്ക്ലൂസീവ് കൺസൾട്ടേഷൻ ടൈം ഉണ്ട്. 2 മണിക്കൂർ ഏത് പ്രൊഫസറിനെ വേണമെങ്കിലും നമുക്ക് പോയി കണ്ട് നമ്മുടെ ഡിസ്കഷൻ, നമ്മുടെ ടോപ്പിക്കിലുള്ള ഡൗട്ട്സ് എല്ലാം ചോദിച്ച് ഓപ്പൺ ഇതാ. ആ സമയത്ത് നമുക്ക് പോയി പ്രൊഫസറിന്റെ അടുത്ത് വയ്ക്കാം. പ്രൊഫസേഴ്സ് നമുക്ക് 1-to-1 ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ there is no sir madam and all in JNU and all. You call him Mr. Professor Subhadra Gupta, like that only. അവിടെ ഒരു സർ കൾച്ചർ ഒന്നുമില്ല, സർ മാഡം കൾച്ചർ ഒന്നുമില്ല. എല്ലാ ആൾക്കാരും പേര് കൊണ്ട് അവർ അഡ്രസ് ചെയ്യും, അവരെ നമ്മൾ പേര് കൊണ്ട് അഡ്രസ് ചെയ്യും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കൾച്ചർ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്ലേസ്മെന്റ് ആസ് ഐ സെഡ് ബിഫോർ, എക്കണോമിക്സിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കിട്ടുന്ന ബെസ്റ്റ് 2 പ്ലേസ്മെന്റ് ഏരിയ ഒന്ന് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സും ഒന്ന് JNU ആണ്. ബെസ്റ്റ് പ്ലേസ്മെന്റ്സ് എന്ന് വെച്ചാൽ അത്രയും എക്കണോമിക് റിസർച്ചിന് നിന്നിട്ട് ദർ വാസ് ന്യൂസ് ദാറ്റ് IIT IIMS പോലും പ്ലേസ്മെന്റ്സ് അത്ര നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും JNU ഹാഡ് എക്കണോമിക്സ് പ്ലേസ്മെന്റ്സ് വാസ് ദെയർ. ആൻഡ് പ്ലേസ്മെന്റ്സ് ഇപ്പൊ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഐ ഓൾവേസ് ടെൽ പ്ലേസ്മെന്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. പ്ലേസ്മെന്റ്സിന് ചുമ്മാ പോണം. ദാറ്റ് ഇസ് ഓൾസോ ആൻ എക്സ്പീരിയൻസ്. നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്ലേസ്മെന്റ്സ്. അതൊരു നമ്മുടെ നാട്ടിലെ പോലെ അല്ല. പക്ഷെ പേടിക്കുകയും വേണ്ട. ഇറ്റ് ഇസ് ജസ്റ്റ് പോളിഷിങ് അസ്. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകും. ഇപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് പോകാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ പ്ലേസ്മെന്റ്സിനും പോയായിരുന്നു. അപ്പൊ ദാറ്റ് ഇസ് ദെയർ. ഞാനിപ്പോ റിസർച്ച് അസോസിയേറ്റാ ഒരു കമ്പനിയില്, മെട്ടൂർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഡാറ്റ അനാലിസിസ് ആണ്, എക്കണോമിക്സ് ബേസിസ് തന്നെയാണ്. ഏകദേശം എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നമുക്ക് അതിന്റെ പേരല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രീകുട്ടിക്ക് താങ്ക് യു പറയാണ്. 1.5 മണിക്കൂറോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ 3ാമത്തെ തവണയാണ് ശ്രീകുട്ടിയുടെ ഓറിയന്റേഷൻ കേൾക്കുന്നത്. കാരണം എന്നിരുന്നാലും ഞാൻ കേട്ടിരിക്കും. കാരണം ഓരോ തവണ പ്രസന്റ് ചെയ്യുമ്പോഴും ഓരോ രസകരമായിട്ട് പുതിയ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോ ഞാൻ എന്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീകുട്ടിക്ക് ഒരു താങ്ക് യു പറയാണ്. അതുപോലെ തുടക്കം മുതൽ ഇതുവരെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ക്ലാസ്സുകൾ ഈ വരുന്ന ബുധനാഴ്ച 3-ാം തീയതി എക്കണോമിക്സിന്റെ CUT PG കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ക്ലാസ് പോവാം. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പോൾ UGക്ക് നിങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ് അല്ലെ. നമുക്ക് എന്ത് ചോദിക്കും അതിന് ആൻസർ ചെയ്തതിൽ 1, 2, 3 മാർക്ക് ഫാക്കൽറ്റീസ് നമുക്ക് തരുന്ന രീതിയിലാണ്. പക്ഷെ നമ്മളൊരു നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും അവിടെ MCQ ആണ് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ആൻസർ പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ആൻസറിലേക്ക് എത്താം, എങ്ങനെ നമ്മൾ എക്സാമിന്റെ ടൈം മാനേജ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോയി ഒരു നാഷണൽ കോമ്പറ്റീറ്റീവ് എക്സാം ലെവലിലേക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. ഇത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളും അതുപോലെ വ്യത്യസ്ത CUT PG നെറ്റ് JRF ക്ലിയർ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റികളൊക്കെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു ആസ്പെക്ട്സിലായിരിക്കും നിങ്ങൾക്ക് പഠനം പോവുക. നമുക്കറിയാലോ, നമ്മളൊരു കേരളത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിക്കല്ല, നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള JNU, ഡൽഹി
അതുപോലെ അലിഗഡ്, ജാമിയ, അതുപോലെ HCU, BHU ഇതുപോലെയുള്ള ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഫാക്കൽറ്റികളുടെ അടുത്തേക്ക് നമുക്ക് പോകാനുള്ളതാണ്. നിങ്ങളുടെ എക്കണോമിക്സിന്റെ ബുക്കുകളും അല്ലെങ്കിൽ പല എക്സ്പ്ലനേഷൻസും പല തിയറീസും കോൺട്രിബ്യൂട്ട് ചെയ്ത നിങ്ങളെ ബുക്സുകൾ എഴുതിയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നു. അവരിൽ നമ്മൾ റിസോഴ്സ് എടുക്കാൻ പോകുന്നു. അപ്പൊ അവിടെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മളെ നോർമൽ പഠനമല്ല വേണ്ടത്, കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഡെയിലി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് വീക്കിലി നിങ്ങൾ അസസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പോവുക. അതുപോലെ ഓരോ മൊഡ്യൂൾ വൈസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ എക്കണോമിക്സിന്റെ, മാക്രോ എക്കണോമിക്സിന്റെ, അതുപോലെ ഇന്ത്യൻ എക്കോണമിയുടെ ഓരോന്നിന്റെ മൊഡ്യൂൾ വൈസ് എക്സാമുകൾ, മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ, ദെൻ PYQയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ്, അതിന്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് എക്സാം എഴുതി നോക്കാൻ കഴിയും. നമ്മുടെ ആപ്പിൽ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ 2022 എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടും, 23 എത്ര സ്കോർ കിട്ടും, 24 ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ 24 23 22 ഇനി 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ എക്സാം എഴുതാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എനിക്ക് എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് മാക്രോയിലാണോ സ്കോർ കുറവ്, അതുപോലെ മൈക്രോയിലാണോ സ്കോർ കുറവ്, ഇന്ത്യൻ എക്കോണമിയിലാണോ കുറവ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലാണോ കുറവ്, എവിടെയാണ് ഞാൻ വീക്ക്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചു ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആപ്പിൽ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് നിങ്ങൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ്, ഇനി അതല്ല കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും CUT PGയുമായി ബന്ധപ്പെട്ടോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഡൗട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്കുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നിങ്ങൾ കോച്ചിങ് ജോയിൻ ചെയ്താൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എനിവേ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. നല്ല അടിപൊളി ലൈഫായിരിക്കും. ഇതുവരെ ശ്രീകുട്ടി പറഞ്ഞ മെജോറിറ്റി കാര്യങ്ങളും നമുക്ക് എന്താണ് അക്കാഡമിക് ഓറിയന്റഡ് അല്ലെങ്കിൽ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽസ് അല്ലെ, നേരത്തെ പറഞ്ഞ ഞാൻ പോണ്ടിച്ചേരി പഠിച്ച ആളാണ്, കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 24/7 അതായത് 24 മണിക്കൂർ നമുക്ക് ഹോസ്റ്റൽ ഫ്രീ ആണ്, നമ്മൾ ഫ്രീഡം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 24 hours നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും. നമുക്ക് കൾച്ചറൽ ഫെസ്റ്റുകൾ ഉണ്ടാവും, നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ JNUയിലോ ഡൽഹിയിലോ അലിഗഡിലോ ജാമ്യയിലോ ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യാത്രയിലാണ് അല്ലെ. നോർത്ത് ഇന്ത്യ മൊത്തം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലെ, ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ കവർ ചെയ്യാൻ പറ്റും. അവിടുത്തെ ജമ്മു കാശ്മീർ, പഞ്ചാബ് പോലെയുള്ള ബാക്കിയുള്ള സിറ്റീസ് അല്ലെ, രാജസ്ഥാൻ പോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം അതിൽ കിട്ടുന്ന ഒരു അഡീഷൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ട് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ കരിയർ സെറ്റിൽമെന്റ് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പരിശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പാണ് എഡെക്സ് ലേണിംഗ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോച്ചിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അല്ലേ. ഇനി എല്ലാവർക്കും താങ്ക് യു.